വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. வேகம் வரப்போகிறான கர்த்தராகிய இயேசு கிறிஸ்துவினுடைய இனிய நாமத்திலே உங்களுக்கு எங்களுடைய வாழ்த்துதல்களை தெரிவித்துக் கொள்கிறோம். ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 43 അധ്യായം 4 വാക്യം വായിക്കാം. இன்றைக்கு நம்முடைய தியானத்திற்காக ஏசாயா 43 அதிகாரம் 4 வசனத்தை வாசிப்போம். நீ என் பார்வைக்கு அருமையானபடியினால் கனம் பெற்றாய், நானும் உன்னை சிநேகித்தேன், ആദലാൽ ഉനക്ക് ബദലാக മനുഷ്യர்களையும் ഉൻ ജീവനുക്ക് ഈടാக ജനങ്ങളെയും കൊടുപ്പേൻ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ദൈവം പറയുന്നു, എന്റെ ദൃഷ്ടിയിൽ നീ വിലയേറിയവനും മാന്യനുമാകുന്നു. தேவன் சொல்லுகிறார், என் பார்வைக்கு நீ அருமையானவனாகவும் கனம் பெற்றவனாகவும் இருக்கிறாய். ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല എന്നും വിലയില്ല എന്നും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? நீங்கள் எப்பொழுதாவது உங்களுக்கு ஒரு முக்கியத்துவமும் இல்லை, ஒரு விலையும் இல்லை என்று எப்பொழுதாவது சிந்தித்திருக்கிறீர்களா? ഉയർന്ന വിദ്യാഭ്യാസമില്ല, ഒരു ഉന്നത ജോലിയില്ല, உயர்ந்த வேலை இல்லை, உயர்ந்த படிப்பு இல்லை, ആഡംബര വീടില്ല, വില കൂടിയ വാഹനമില്ല, ஆடம்பர வீடு இல்லை, விலை கூடினதான வாகனம் இல்லை, ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാതിയിൽ പിറന്നില്ല, ഇതുകൊണ്ട് എനിക്കൊരു വിലയുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? நான் ஒரு உன்னதமான குடும்பத்திலே பிறக்கவில்லை, உன்னதமான ஜாதியிலே பிறக்கவில்லை என்று எப்பொழுதாவது உங்களுக்கு தோன்றியிருக்கிறதா? എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, നീ എന്റെ ദൃഷ്ടിയിൽ വിലയുള്ളവനാണ്, മാന്യനാണ്. ஆனால் தேவன் சொல்லுகிறார், என்னுடைய பார்வையிலே நீ கணத்திற்குரியவன், விலையேற பெற்றவன். ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ പോലും പരിഗണിക്കപ്പെടാതെ പോകുന്നവരുണ്ട്. வேலையிடங்களிலோ மாத்திரமல்ல, தங்களுடைய சொந்த குடும்பத்தில் கூட പരിഗണിക്കപ്പെടാமல் പോകുന്നവர்கள் ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാൾ പരിഗണനയും പ്രാധാന്യവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ഒരു അപകർഷതാബോധം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ஒருவேளை உங்களை காட்டிலும் முக்கியத்துவமும் கருத்தும் மற்றவர்களுக்கு கொடுக்கும் பொழுது, உங்களுக்கு அது கொடுக்காமல் இருக்கும் பொழுது நீங்கள் புறக்கணிக்கப்பட்டதாக உணரலாம். ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചേക്കാം, എന്നെക്കുറിച്ച് ഇന്നതുപോലെയും ഇന്നതുപോലെ വിലയിരുത്തുന്നല്ലോ പറയുന്നല്ലോ എന്ന്. ஒருவேளை நீங்கள் மனதிலே இப்படியாக சிந்திக்கலாம், என்னை குறித்து இன்னார் இப்படியெல்லாம் பேசுகிறார்களே என்று. എന്നാൽ മനുഷ്യൻ എങ്ങനെയും പറയട്ടെ, എങ്ങനെയും വിലയിരുത്തട്ടെ, மனிதன் என்னவும் சொல்லட்டும், எப்படியும் உங்களை விலையிருத்தட்டும். ഇവിടെ വായിച്ചതായ തിരുവചനം ശ്രദ്ധിച്ചല്ലോ. இங்கே வாசித்ததான வேத பகுதியை கவனித்தீர்களே. ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകും. தேவன் சொல்லுகிறார், நீ என்னுடைய பார்வையிலே വിലയേற பெற்றவனும் கனத்திற்குரியவனுமாயிருக்கிறாய். നമ്മെ നോക്കി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഇങ്ങനെ പറഞ്ഞാൽ അത് സന്തോഷമായിരിക്കുമല്ലേ? நம்மை குறித்து இப்படியாக இந்தியன் பிரைம் மினிஸ்டரோ அல்லது சீஃப் ஜஸ்டிஸோ இப்படியாக சொல்வார்களானால் அது நமக்கு கனத்திற்குரியதாயிருக்கும். എന്നാൽ അതിനേക്കാളൊക്കെയും വലുതായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവവും അഖിലാണ്ട് മുഴുവൻ സൃഷ്ടിച്ചവനായ സർവത്തിന്റെ അധികാരിയായ ദൈവമാണ് പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എന്റെ കണ്ണു ദൃഷ്ടിയിൽ മാന്യനാണ്. அதை பார்க்கிலும் என்னையும் உங்களையும் படைத்ததான தேவன், இந்த அண்ட சராசரங்களையும் படைத்ததான தேவனே சொல்லுகிறார், நீ என்னுடைய பார்வைக்கு அருமையானவனும் கனம் பெற்றவனுமாயிருக்கிறாய் என்று. ഇത് കേട്ടിട്ട് സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. இதை குறித்து சந்தோஷமுடையவர்கள் அல்லேலூயா சொல்லுங்கள். ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കാനാണ് നീ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ കാണുന്നത്. தேவன் சொல்லுகிறார், நான் உன்னை அநாதி சிநேகத்தினாலே சிநேகித்தபடியினால் நீ எனக்கு கனம் பெற்றவனும் அருமையானவனுமாயிருக்கிறாய் என்று. ഈ നിത്യ സ്നേഹത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? இந்த நித்திய சிநேகம், தேவனுடைய அன்பினுடைய പ്രത്യേകതകൾ என்ன? ഒന്നാമതായി പറയേണ്ടത്, ഈ ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതാണ്. முதலாவதாக நாம் சொல்லக்கூடியது, தேவன் தன்னுடைய சாயலின்படியும் தன்னுடைய ரூபத்தின்படியுமே நம்மை சிருஷ்டித்தார். നമ്മുടെ മനുഷ്യരായി സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ചു. நம்மை மனிதர்களாக ஸ்திரீயும் புருஷனுமாக சிருஷ்டித்தார். ഇതിന് പകരം ഒരു മൃഗമായി സൃഷ്ടിച്ചിരുന്നു വരികില്ല, അരിക്കൊമ്പനെ പോലെയോ
കൊമ്പനെ പോലെയോ സിഗരറ്റ് കൊമ്പനെ പോലെയോ ഒക്കെ അലഞ്ഞു നടക്കുമായിരുന്നു. இல்லாமல் இருந்திருந்தால் நாம் இந்த அரிக்கொம்பனை போലെയോ ചക്കൈ കൊമ്പனை போലെയോ நாம் சுற்றி அலைந்து கொண்டிருந்திருப்போம். ഒരു പക്ഷിയായോ മത്സ്യമായോ നാം പിറന്നിരുന്നു വരികയില്ല, അങ്ങനെ നശിച്ച് ഇല്ലാതായി പോകുമായി. ஒரு பறவையாகவோ இல்லாவிட்டால் ஒரு கடலிலே இருக்கிறதான ஏதாவது ஒரு பிராணியாக நாம் பிறந்திருந்தால் നാം அப்படியாக മരിத்து അழிந்து പോയിരിப்போம். എന്നാൽ നമ്മളെ സംബന്ധിച്ച് നാം മരിക്കുന്നതോടെ കഥ അവസാനിക്കുന്നില്ല. മൃഗങ്ങൾക്കും ജീവികൾക്കും ചാകുന്നതോടെ എല്ലാം തീരുകയാണ്. ஆனால் நம்மை பொறுத்தவரை மரித்த உடனேயே எல்லாம் முடிவடைந்து விடவில்லை. ஆனால் மிருகங்களுக்கும் பறவைகளுக்கும் அவைகள் இறந்தவுடனே எல்லாம் முடிந்து விடுகிறது. ഇതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്ന പ്രത്യേകതയാണ്. ஏனென்றால் இதனுடைய முக்கியத்துவம் என்னவென்றால் நமக்குள்ளே ஒரு ஆத்மா இருக்கிறது. ആ ആത്മാവ് ദൈവത്തിന്റെ അംശമാണ്. ആ ദൈവത്തിന്റെ അംശം എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിനായി கொதிക്കുകയും தாகிക്കുകയും ചെയ്യുന്നതാണ്. அந்த ஆத்மாவானது தேவனுடைய ஒரு பகுதியாக இருக்கிறபடியினால் அது தேவனுக்காக எப்பொழுதும் வாஞ்சித்து அவருக்காக கொதிக்கிறதாக இருக்கிறது. ഭൗതികവാദികൾ പറയാറുണ്ട്, മനുഷ്യൻ ഈ ശരീരം മാത്രമാണ്, ഇത് തീരുന്നോടെല്ലാം തീർന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല, ആത്മാവില്ല എന്ന് പറയാറുണ്ട്. பூமிக்குரிய விதத்தில் இப்படியாக சொல்வார்கள், மனிதன் மரித்து போனால் அதோட கூட எல்லாம் முடிவடைந்து விடுகிறது, அவனுக்கு ஆத்மா என்கிறதான ஒன்று இல்லை என்று. ഇന്ന് ഇവിടെ സുവിശേഷ പ്രസംഗം നടക്കുന്നുവെന്ന നോട്ടീസും വാൾ പോസ്റ്ററും അനൗൺസ്മെന്റ് ഒക്കെ മുഖമായിട്ട് അറിഞ്ഞു. ഏതെങ്കിലും ഒരു മൃഗമോ പക്ഷിയോ ഇവിടെ വന്നിരിപ്പുണ്ടോ? இன்றைக்கு இங்கே கன்வென்ஷன் கூட்டம் நடைபெறுகிறது என்று நோட்டீஸோ வால் போஸ்டரோ அனௌன்ஸ்மெண்டோ இவைகள் எதையாவது கேட்டு ஏதாவது ஒரு மிருகம் இங்கே வந்திருக்கிறதா? എന്തുകൊണ്ടാണ് വരാത്തത്? അവയുടെ ഉള്ളിൽ ആത്മാവില്ല. ദൈവത്തെ സംബന്ധിച്ച കാര്യത്തിൽ അതിനൊരു താല്പര്യവുമില്ല. ஏனென்றால் அவைகளுக்குள்ளே ஆத்மா இல்லை, தேவனை குறித்ததான விஷயத்திலே அவர்களுக்கு ஒரு வாஞ்சையும் இல்லை. എന്നാൽ ഇങ്ങനെ ഒരു ആത്മീയ സംഗമം നടക്കുന്നത് അറിഞ്ഞപ്പോൾ ഉള്ളിൽ ആത്മാവുള്ളതായി നമുക്ക് ഒരു വലിയ ദാഹമുണ്ടായി. എനിക്ക് അവിടെ പോകണം, ദൈവത്തിനെ കേൾക്കണം, സന്തോഷം അനുഭവിക്കണം, വിടുതൽ അനുഭവിക്കണം. ஆனால் ஆத்மா உள்ளதான நாம் இந்த விஷயத்தை கேள்விப்பட்ட உடனேயே நமக்குள்ளாக ஒரு உந்துதல், ஒரு ஏவுதல் வந்தது. நான் எப்படியாவது அந்த கூட்டத்திலே போய் பங்கு பெற வேண்டும், ஆசீர்வதிக்கப்பட வேண்டும், விடுதலை பெற வேண்டும் என்று. ജീവൻ വിട്ടാൽ ശരീരം മണ്ണോട് ചേരും, പക്ഷേ ആത്മാവോ ദൈവത്തിനടുക്കിലേക്ക് യാത്രയാണ്. நம்முடைய ஜீவன் முடிவடையும் பொழுது இந்த சரீரமானது மண்ணோட கூட சேர்க்கப்படும், ஆத்மாவோ தேவனிடத்தில் போகும். എങ്കിലും നിർഭാഗ്യരെന്ന് പറയട്ടെ, മനുഷ്യരിൽ ചിലര് വിവേകം നഷ്ടപ്പെട്ട് മൃഗത്തെ പോലെയും ചില മൃഗത്തെക്കാളും അധപ്പതിക്കാറുണ്ട്. ஆனால் துர்பாக்கியம் என்று நான் சொல்லட்டும், அறிவில்லாத சில மனிதர்கள் மிருகத்தை போலவும் மிருகத்தை காட்டிலும் மோசமாகவும் ജീവിக்கிறார்கள். മൃഗം പോലെ ചെയ്യാത്ത ഹീന പ്രവൃത്തിയും ക്രൂരകൃത്യം ചെയ്യുന്നതായി മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ട് അധപ്പതിച്ചവനാണ്. இப்படியாக அறிவில்லாமல் அதப்பதித்ததான மனிதன் மிருகம் செய்கிற காரியத்தை காட்டிலும் கொடூரமான குரூரமான காரியங்களை செய்கிறான். ഇവിടെയത്രേ ദൈവത്തിന് സ്നേഹം വെളിപ്പെട്ടു വരുന്നത്. இங்கேதான் தேவனுடைய அன்பு வெளிப்படுகிறது. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നൽകിയ വിവേകം നഷ്ടപ്പെടുത്തി താണ് അധപ്പതിച്ച് നാശത്തിലേക്ക് പോകുമ്പോഴും അവന്റെ ആത്മാവിന് ഉള്ളിൽ കൊടുത്ത ദൈവത്തിന് അവനെ കൈവിട്ട് കളയാൻ സാധിക്കുന്നില്ല. ஒரு மனிதன் அறிவில்லாதபடியினாலே ஆத்மாவிலே தாழ்ந்த நிலைமைக்கு போகும் பொழுதும் அவனை நேசிக்கிறதான தேவனால் അവനെ കൈവിട முடியவில்லை. അവനെ കാണുന്ന ദൈവം ചിന്തിക്കുകയാണ്, ഇവൻ എന്റെ അംശമുള്ള സൃഷ്ടിയാണല്ലോ, എന്റെ ആത്മാവിന് ഉള്ളിൽ കൊടുത്തിരിക്കുന്നല്ലോ, ഇവൻ നശിക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? அவனை காணும் பொழுது தேவன் இப்படியாக நினைக்கிறார், இவனுக்குள்ளே என்னுடைய ஒரு அம்சம் இருக்கிறதே, இவனுக்குள்ளே நான் ஒரு ஆத்மாவை கொடுத்திருக்கிறேனே, இவன் அழிந்து போவதை என்னால் எப்படி சகிக்க முடியும்? ഇവിടെയാണ് നമ്മളെ തേടി വന്ന സ്നേഹത്തെ നാം അറിയുന്നത്. இங்கேதான் நம்மை தேடி வந்ததான அன்பை நாம் அறிகிறோம். നാം ദൈവത്തെ തേടി ചെന്നില്ല, ദൈവം നമ്മളെ തേടി വന്നു. நாம் தேவனை தேடி போகவில்லை, தேவனோ நம்மை தேடி வந்தார். നാം ദൈവത്തെ സ്നേഹിക്കാൻ അറിവില്ലാത്തവരായി, വിവേകമില്ലാത്തവരായി, ഹൃദയം കഠിനപ്പെട്ടവരായി ജീവിച്ചു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വന്ന് അവൻ നമ്മെ മുമ്പേ സ്നേഹിച്ചു. நாம் தேவனை தேடும்படியாக அறிவில்லாதவர்களாக உணர்வில்லாதவர்களாக இருந்த பொழுதும் கூட தேவனுடைய அன்பானது நம்மை நேசித்து நம்மை தேடி வந்தது. ഇവിടെയാണ് നാം എത്ര വലിയേറവരും മാന്യരുമാണെന്ന് ദൈവം ചിന്തിച്ചിരിക്കുന്നു നമുക്ക് ബോധ്യമാകുന്നത്. இப்பொழுதுதான் நாம் எவ்வளவு அருமையானவர்களும்
கணம் பெற்றவர்களுமாய் இருக்கிறோம் தேவனுடைய பார்வையிலே என்று நாம் விளங்குகிறோம். നമ്മുടെ യേശു തന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് ഒരു അനേക ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ നമുക്ക് കാണാൻ കഴിയുന്നത്, இயேசு தன்னுடைய மனித அவதாரத்தை குறித்து அநேக உவமைகளை சொல்லி இருக்கிறார். அதிலே ஒரு உவமையை நாம் பார்க்கிறோம். വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ. மத்தேயு எழுதின சுவிசேஷம் 13ஆம் அதிகாரம் 45-46 வசனங்கள். மேலும் பரலோக ராஜ்யம் நல்ல முத்துக்களை தேடுகிற வியாபாரிக்கு ஒப்பாய் இருக்கிறது. அவன் விலை உயர்ந்த ஒரு முத்தை கண்டு போய் தனக்குண்டான எல்லாவற்றையும் விற்று அதை கொள்ளுகிறான். പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇവിടെ ഈ വ്യാപാരി ക്രിസ്തുവാണ്. இங்கே இந்த வியாபாரி கிறிஸ்து. ഈ വിലയേറിയ മുത്ത് നിങ്ങളും ഞാനുമാണ്. இந்த വിലയേറിയ മുത്ത് நீங்களும் நானும். നഷ്ടപ്പെട്ടുപോയ പാപികളായ ദോഷികളായ നമ്മളെ സ്വന്തമാക്കുവാൻ യേശു ചെയ്തത് എത്ര മഹത്തരമായ ഒരു കാര്യമാത്രേ. தீமையானவர்களும் தோஷம் செய்ததான நம்மை மீட்கும்படியாக இயேசு செய்தது எவ்வளவு மகத்துவமான ஒரு காரியம். ഈ വ്യാപാരി മുത്ത് തേടി നടക്കുന്നതിനിടയിൽ ഒരു വിലയേറിയ മുത്ത് എതിർച്ചയാ കണ്ടെത്തി. இந்த வியாபாரி முத்தை தேடி நடக்கும் பொழுது விலையேற பெற்றதான ஒரு முத்தை സന്ദർഭവശമായി അവർ കണ്ടുപിടിത്താർ. ആ മുത്തിന്റെ വില മറ്റാർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ആ നിലത്തിന്റെ ഉടമസ്ഥൻ പോലും അങ്ങനെ ഒരു വിലയേറിയ മുത്തവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. அந்த முத்தினுடைய விலை யாருக்கும் தெரியாமல் இருந்தது. அந்த நிலைமை அந்த நிலத்தை உடையவன் கூட அதற்குள்ளே இப்படிப்பட்டதான ஒரு முத்து இருக்கிறது என்று അറിയാமல் இருந்தான். എന്നാൽ വ്യാപാരിക്ക് അത് മനസ്സിലായി. ஆனால் வியாபாரி அதை விளங்கினார். ശ്രദ്ധിക്കണമേ, നിന്റെ വില നിന്റെ ചുറ്റുമുള്ളവർ അറിഞ്ഞില്ല എന്ന് വരാം. நீ கவனிக்க வேண்டுமே, உன்னுடைய விலையை உன்னை சுற்றி இருப்பவர்கள் அறியாமல் இருக்கலாம். നിന്റെ വില നിന്റെ സ്നേഹിതരോ നിന്റെ സ്വന്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പോലും മനസ്സിലാക്കാതിരുന്നേക്കാം. உன்னுடைய விலையை உன்னுடைய நண்பர்களோ தாயோ தகப்பனோ சகோதர சகோதரிகளோ கூட விளங்காமல் இருக்கலாம். നിന്റെ വിലയെക്കുറിച്ച് നിന്റെ ഭർത്താവിനോ ഭാര്യയ്ക്ക് പോലും അറിയാതിരുന്നേക്കാം. உன்னுடைய விலையை கணவனுக்கோ மனைவிக்கோ கூட தெரியாமல் இருக்கலாம். അതുകൊണ്ട് അവർ നിനക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ലായിരുന്നേക്കാം. ஆகவே அவர்களுக்கு உனக்கு ஒரு முக்கியத்துவமும் கொடுக்காமல் இருக்கலாம். എന്നാൽ നിന്റെ വില നിന്റെ ആത്മാനവില അറിഞ്ഞവനായ യേശു നിന്നെ വിലയേറിയവനായും മാന്യനായും കണ്ട് നിന്നെ രക്ഷിപ്പാനായി തന്നെ തേടി വന്നു. ആ സ്നേഹമാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. ஆனால் உன்னுடைய ஆத்துமாவை அறிந்ததான தேவன் உன்னை கணத்திற்குரியவனும் விலையேற பெற்றவனுமாக கண்டு உன்னுடைய ஆத்துமாவை தேடி அவர் உன்னிடத்திலே வந்தார். ഈ മുത്ത് കണ്ടെത്താറിയെ അങ്ങനെ അങ്ങ് വിടാനല്ല, അത് എങ്ങനെങ്കിലും സ്വന്തമാക്കണമെന്ന് വ്യാപാരി തീരുമാനിച്ചു. அந்த முத்தை அந்த வியாபாரி அப்படியே விட்டுவிடும்படியாக அல்ல, அதை எப்படியாவது சொந்தமாக்க வேண்டும் என்று தீர்மானித்தார். ആ സ്ഥലം വാങ്ങിക്കുവാനായുള്ളതായ ആ ശ്രദ്ധയില് അവൻ അന്വേഷിച്ചപ്പോൾ തന്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കേണ്ടതായിട്ട് വന്നു. அந்த முத்தை வாங்கும்படியாக அவர் தீர்மானித்த பொழுது அதற்காக தன்னுடைய கரத்திலே இருந்ததான எல்லாவற்றையும் கொடுக்க வேண்டியதாய் വന്നത്. എന്ന് എല്ലാം കൊടുക്കേണ്ടി വരുമ്പോൾ പലരും പിന്മാറുമെങ്കിലും ഈ വ്യാപാരി പിന്മാറിയില്ല. കാരണം തനിക്കുള്ളതെല്ലാം നോക്കിയെങ്കിലും ഇതിനേക്കാൾ മുത്തിന് വിലയുള്ളതായി വ്യാപാരിക്ക് ബോധ്യമായി. அநேகர் இதனுடைய விலையை கேட்ட பொழுது பின்வாங்கி போனாலும் கூட இந்த வியாபாரியோ அதனுடைய விலையை நன்றாக அறிந்தபடியினால் தனக்கு உள்ளதான எல்லாவற்றையும் கொடுத்து அதை வாங்க தீர்மானித்தார். പ്രിയരേ, യേശുവിന്റെ സ്നേഹം എത്ര വലുതെന്ന് അറിഞ്ഞാൽ നാം എങ്ങനെ അടങ്ങിയിരിക്കും? பிரியமானவர்களே, இயேசுவினுடைய அன்பு என்ன என்று அறிந்த பின்பு நம்மால் எப்படி அடங்கி இருக்க முடியும்? നമ്മെ സ്വന്തമാക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, തനിക്കുണ്ടായിരുന്നത് മുഴുവനും കൊടുക്കുവാൻ യേശു തയ്യാറായി. நம்மை சொந்தமாக்கும்படியாக நம்மை மீட்கும்படியாக இயேசு தனக்கு உண்டாயிருந்ததான எல்லாவற்றையும் கொடுக்க தீர்மானித்தார். നിങ്ങളെ എന്നെയും വിലയേറിയവരായി കണ്ട സ്വന്തമാക്കുവാൻ ഈ ക്രിസ്തു എന്തെല്ലാം കൊടുത്തു നമുക്ക് നോക്കാം. நம்மை விலையேற பெற்றவர்களும் கணத்திற்குரியவர்களுமாக கண்டு நம்மை சொந்தமாக்கும்படியாக இயேசு என்னவெல்லாம் கொடுத்தார் என்று பார்ப்போம். ക്രിസ്തു ദൈവപുത്രനായി ദൈവമായിരുന്ന സ്ഥാനത്ത്, கிறிஸ்து தேவனுடைய குமாரனாக தேவனாக இருந்ததான இடத்திலே അവൻ മനുഷ്യനായി തീർന്നു നമ്മളെ നേടിയെടുക്കുവാൻ. அவர் நம்மை ஆதாயப்படுத்திக் கொள்ளும்படியாக மனுஷனாக மாறினார். ഒന്നുകൂടെ വിശദമായി പറയാം. ഇന്ന് ലോകത്ത് നോക്കിയാൽ മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിക്കുകയാണ്. நான் ஒன்று கூட சொல்லுகிறேன், இன்றைக்கு உலகத்திலே பார்த்தோமானால் மனிதர்கள்
தேவனாக மாற முயற்சிக்கிறார்கள். അതെ, വേഷഭൂഷാദികളാല് തന്ത്രം കൊണ്ട മന്ത്രം കൊണ്ട മാജിക്ക് കാണിച്ച ഇങ്ങനെ എങ്ങനെയെങ്കിലും ഞാനൊരു ദൈവമാണെന്ന് ജനങ്ങൾക്ക് തോന്നട്ടെ എന്ന് കരുതി എന്തെല്ലാം വികൃതികൾ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതാണ്. தங்களுடைய தந்திரத்தினாலும் மந்திரத்தினாலும் மேஜிக்கினாலும் நான் தேவன் என்று காண்பிக்கும்படியாக மனிதர்கள் என்னவெல்லாமோ செய்கிறார்கள். വെറും മൂക്കിൽ ശ്വാസം നിൽക്കാത്തതായ മനുഷ്യൻ ദൈവമാണെന്ന മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ ഇത്ര പെടാപാട് കൊടുമ്പോൾ ദൈവമായിരുന്നവൻ ദൈവത്വം വേണ്ട എന്ന് വെച്ച് മനുഷ്യനായി വന്നപ്പോ നമ്മോടുള്ള സ്നേഹം എത്ര വലുത് പ്രിയമുള്ളവരെ. நாசியிலே சுவாசம் உள்ளதான இந்த சாதாரண மனிதன் நான் தேவன் என்று காண்பிக்கும்படியாக முயற்சி செய்து கொண்டிருக்கும் பொழுது சர்வ வல்லமையுள்ளதான தேவன் நம்மை ஆதாயப்படுத்திக் கொள்ளும்படியாக ஒரு மனிதனாக வெளிப்பட்டார் என்றால் அவர் நம்மேல் வைத்திருக்கிறதான அன்பு எவ்வளவு பெரியது பிரியமானவர்களே. മനുഷ്യ മുമ്പിൽ ദൈവവുമായി കുറെ കാലം ബോധ്യപ്പെടുത്തി മനുഷ്യനെ പ്രീതിപ്പെടുത്തി കുറെ അനുയായികളെ നേടുന്ന ആളുകൾ സമാധിയായി മണ്ണോട് ചേർന്ന് അലിഞ്ഞ ഇല്ലാതെയായി തീരുകയാണ്. மனிதனை பிரியப்படுத்தும்படியாக சில மனிதர்கள் தாங்கள் தேவர்கள் என்று சொல்லி சில காலம் இப்படியாக நீடித்து அதற்கு பின்பாக அவர்கள் அழிந்து மண்ணோടെ மண்ணாகி இல்லாமல் போனார்கள். ജീവിതവും പ്രവർത്തനങ്ങളെല്ലാം മോഹഭംഗത്തോടെ അവസാനിക്കുകയാണ്. அவர்களுடைய ஜீவிதம் வாழ்க்கை எல்லாமே ஒரு மோகத்தோட கூட முடிவடைகிறது. എന്നാൽ ഇവിടെ നമ്മൾ ക്രിസ്തുവോ ദൈവം എന്ന പദവി വിട്ട ഒരു അടിമയെ പോലെയായി. ஆனால் இங்கே கிறிஸ்துவோ தேவன் என்கிறதான பதவியை விட்டு ஒரு அடிமையை போலானார். കൂടാതെ നമ്മെ സ്വന്തമാക്കുവാൻ അവിടുന്ന് തന്റെ ജീവൻ കൊടുത്തു, ക്രൂശിൽ മരിച്ചു. அவர் நம்மை ஆதாயப்படுத்திக் கொள்ளும்படியாக தன்னுடைய ஜீவனை கொடுத்து சிலுவையிலே மரித்தார். അവൻ മരിക്കുക മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. அவர் மரித்தது மாத்திரமல்ல, மரித்து உயிர்த்தெழுந்து இன்றைக்கும் ஜீவிக்கிறார். ഇതാണ് നമുക്ക് വേണ്ടി എല്ലാം വിട്ട ക്രിസ്തു ചെയ്തിരിക്കുന്ന ഒരു പ്രധാന കാര്യം. இதுதான் நமக்காக எல்லாவற்றையும் விட்டதான கிறிஸ்து செய்திருக்கிறதான முக்கியமான காரியம். ഇനി എന്തെല്ലാമാണ് നമ്മെ സ്വന്തമാക്കുവാനായി ക്രിസ്തു എന്ന വ്യാപാരി കൊടുത്തത്? இனி நம்மை சொந்தமாக்கும்படியாக கிறிஸ்து என்கிறதான வியாபாரி என்னவெல்லாம் கொடுத்தார்? അതാണ് ക്രൂശിൽ കാണുന്ന സ്നേഹം. அதுதான் சிலுவையிலே காண்கிற அன்பு. അവൻ നമ്മെ പ്രതി എല്ലാ പാടുകളും സഹിച്ചു. அவர் நம் நிமித்தமாக எல்லா பாடுகளையும் சகித்தார். അവനെ ചാട്ടവാർ ഇടിച്ചപ്പോൾ സന്തോഷത്തോടെ സഹിച്ചു. அவரை சாட்டவாரினாலே அடித்த பொழுது சந்தோஷமாய் சகித்தார். അതേ, റോമൻ പടയാളി മുഖത്ത് തുപ്പിയപ്പോഴും സന്തോഷത്തോടെ സഹിച്ചു. ரோமன் போர் வீரர்கள் அவருடைய முகத்திலே துப்பின பொழுதும் சந்தோஷத்தோടെ சகித்தார். അവന്റെ കണ്ണത്തടിച്ച് മുഖം വികൃതമാക്കിയപ്പോഴും സന്തോഷത്തോടെ സഹിച്ചു. அவருடைய முகத்திலே அடித்து அவருடைய கன்னத்தை ரூபமற்றினதாக மாற்றின பொழுதும் அவர் சகித்தார். അത് ഒരു മുള്ളുകൊണ്ടുള്ള കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ച് ഇറക്കിയപ്പോഴും സന്തോഷത്തോടെ സഹിച്ചു. முள்ளினால் செய்யப்பட்டதான கிரீடத்தை அவருடைய தலையிலே வைத்து கோலினாலே அடித்த பொழுதும் அதையும் சந்தோஷத்தோടെ സഹിத்தார். ശരീരത്തേറ്റ മുറിവുകളിൽ നിന്ന് രക്തം മുഴുവനും വാർന്നുപോയി നടക്കുവാനും ബലമില്ലാതെ താൻ ക്രൂശിക്കപ്പെടേണ്ട ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ പലതവണ വീണ്ടും എഴുന്നേറ്റും ക്രൂശിലേക്ക് പോകുമ്പോഴും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. சரீரத்திலே பட்டதான காயங்களினாலே அதிலிருந்து அவருடைய இரத்தமெல்லாம் வார்க்கப்பட்ட பொழுது சரீரத்திலே பலமில்லாதவராக நடக்க முடியாதவராக அடிக்கடி விழுந்து அவர் அறையப்பட வேண்டியதான சிலுவையை சுமந்து கொண்டு அவர் സന്തോഷത്തോടെ കൂടെ പോனார். അപമാനിക്കപ്പെട്ടവനായി ആകാശഭൂമി മധ്യേ ഒരു ക്രൂശിൽ ഒരു നീച മരണം വരിക്കുവാൻ യേശു ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും സന്തോഷത്തോടെ അത് ചെയ്തു. அவமானப்படுத்தப்பட்டவராக இரண்டு கள்ளர்களுக்கு மத்தியிலே அவர் சிலுவையிலே அறையப்பட்ட பொழுதும் கூட அவர் அதற்காக சந்தோஷமாக தன்னை ஒப்பு கொடுத்தார். ശ്രദ്ധിക്കുക, നമ്മളെ സ്വന്തമാക്കുവാൻ അവൻ തനിക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. பாருங்கள், நம்மை சொந்தமாக்கும்படியாக அவரால் என்னவெல்லாம் கொடுக்க முடியுமோ எல்லாவற்றையும் கொடுத்து விட்டார். അതെ, അവന്റെ ജീവനെയും തരികയും അവന്റെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി ഊറ്റിത്തരികയും ചെയ്തു. பாருங்கள், அவருடைய ஜீவனை கொடுத்தது மாத்திரமல்லாமல் அவருடைய முழு சொட்டு ரத்தத்தையும் ஊற்றிவிட்டார். ഇതിനെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ വിലയേറിയ മുത്ത് എനിക്ക് സ്വന്തമാക്കണം. இதற்கெல்லாம் ஒரே ஒரு லட்சியம், எப்படியாவது இந்த விலையேற பெற்றதான முத்தை நான் சொந்தமாக்க வேண்டும். മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരും പാപികളും ദോഷികളുമായ നമ്മളെ ഇത്ര വിലയേറിയ മാന്യരുമായി എണ്ണുവാൻ നാം ആർ? மண்ணினால் சிருஷ்டிக்கப்பட்டதான
தீமையும் தோஷமும் நிறைந்ததான நம்மை இப்படியாக நேசிக்க நாம் யார்? ഈ സ്നേഹത്തെ അറിഞ്ഞാൽ നാം ആ കാൽവരി സ്നേഹ നിമിത്തം ഈ ക്രിസ്തുവിനെ പിൻപറ്റാതെ ഇരിക്കുമോ? நாம் இந்த அன்பை அறிவோமானால் அந்த கல்வாரி நேசத்தின் நிமித்தம் கிறிஸ்துவை பின்பற்றாமல் இருப்போமா? ഒരു വിലയില്ലാത്ത നമ്മളെ വിലയുള്ളവരാക്കി തീർക്കുവാൻ അവന്റെ വിലയേറിയ രക്തം ഊറ്റി തന്നില്ലേ? ஒரு விலையும் இல்லாத நம்மை விலையேற பெற்றவர்களாக மாற்றும்படியாக தன்னுடைய விலையேற பெற்ற இரத்தத்தை சொரிந்தாரே. വിലയേറെ പെറ്റ തിരുരക്തമേ അവ നിന്നു പായുതേ. വിലയേറെ പെറ്റ തിരുരക്തമേ അവ നിന്നു പായുതേ. വിലയേറെ പെറ്റോനായുന്നേ മാറ്റ വിലയാക இந்த நாரி. விலையேற பெற்றோனாயுன்னை மாற்ற விலையாக இந்த நாரி. பொன்வெள்ளியோ மண்ணின் வாழ்வோ இவ்வன்புக்கிணையாகுமோ? அன்னையினோ அன்பு வைத்தேன் தன் ஜீவனை தாரே. அன்னையினோ அன்பு வைத்தேன் தன் ஜீவனை தாரே. விலையேற பெற்ற திருரத்தமே அவர் விழாவிலிருந்து பாயுதே. விலையேற பெற்ற திருரத்தமே அவர் விழாவிலிருந்து பாயுதே. விலையேற பெற்றோனாயுன்னை மாற்ற விலையாக இந்த நாரே. விலையேற பெற்றோனாயுன்னை மாற்ற விலையாக இந்த நரே. ഹല്ലേലൂയ. ஹல்லேலூயா. ഇങ്ങനെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചുവെന്നും നമ്മെ വിലയേറെ മാന്യമാക്കി തീർത്തുവെന്നും നാം അറിഞ്ഞു കഴിയുമ്പോൾ இப்படியாக கிறிஸ்து நம்மை நேசித்தார் என்றும் நம்மை கனம் பெற்றவர்களும் விலையேற பெற்றவர்களுமாக எண்ணினார் என்றும் நான் நினைக்கும் பொழுது ദുഃഖവും കലക്കവും എല്ലാം നീങ്ങിപ്പോകും. நம்முடைய துக்கம் கலக்கமெல்லாம் மாறும். നമ്മുടെ ഭാരവും നിരാശയെല്ലാം ഓടിപ്പോകും. நம்முடைய பாரம் அவநம்பிக்கை எல்லாம் ஓடும். ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു വിലയില്ലാത്തവനായി, ഒരു ആരാലും മാനിക്കപ്പെടാത്തവനായി എന്തിന് ജീവിക്കണം? ഞാൻ മരിച്ചാലെന്താണെന്നുള്ള ചിന്തയെല്ലാം പോയി പോകും. நான் ஏன் ஜீவிக்க வேண்டும்? ஒரு விலையும் கனமும் இல்லாதவனாக ஜீவிக்கிறேனே, மரித்தால் போதும் என்கிறதான எண்ணமெல்லாம் மாறிவிடும். തന്റെ അല്ല, നമ്മളെ അവഗണിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയും. அது மாற்றமல்ல, நம்மை புறக்கணித்தவர்களையும் நம்மை തനിമപ്പെടുത്തിനവர்களையும் நம்மால் மன்னிக்க முடியும். മാത്രമല്ല, നമ്മൾ ശത്രുക്കളായി പ്രവർത്തിച്ചവർക്ക് നമുക്ക് നന്മ ചെയ്യുവാനുള്ളതായ ഒരു ഗുണവും കൂടെ ലഭ്യമാണ്. அது மாத்திரமல்ல, நமக்கு தீமை செய்தவர்களுக்கு நன்மை செய்கிறதான ஒரு குணமும் கூட வரும். നല്ല ഒരു ഉദ്യോഗ വരുമാനമുള്ളൊരു മനുഷ്യന് 3 മക്കൾ ജനിച്ചു. நல்ல வருமானமும் உத்தியோகமும் உள்ளதான ஒரு மனிதனுக்கு 3 பிள்ளைகள் பிறந்தார்கள். മൂത്തത് പെൺകുട്ടി, ഇളയത് 2 ആൺകുട്ടികൾ. மூத்தது பெண் பிள்ளை, இளையது 2 ஆண் பிள்ளை. എന്നാൽ ഈ മനുഷ്യൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ஆனால் இந்த மனிதனுக்கு ஒரு பிரத்யேக சுபாவம் இருந்தது. പെൺകുട്ടിയെ ഇഷ്ടമല്ല, ആൺമക്കളെ മാത്രം ഇഷ്ടമാണ്. பெண் பிள்ளையை விருப்பமில்லை, ஆண் பிள்ளைகள் மேல் மாத்திரம் விருப்பம். ആ പെൺകുട്ടിയോട് ഒരു സ്നേഹവും കാണിക്കാതെ ആ മനുഷ്യൻ പെരുമാറിക്കൊണ്ടിരുന്നു. அந்த பெண் பிள்ளையோட கூட எந்த அன்பையும் காணிக்காமல் அந்த மனிதன் பரிமாறினான். എവിടെയെങ്കിലും ആൺകുട്ടികളെ കൊണ്ടുപോകും, ഇവളെ മാത്രം കൊണ്ടുപോകയില്ല. எங்கேயாவது ஆண் பிள்ளைகளை கூட்டிக் கொண்டு போவார், பெண் பிள்ளையை கூட்டிக் கொண்டு போக ആ மாட்டார். മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും, പെൺകുട്ടിയെ അവഗണിച്ച് കളയും. ஆண் பிள்ளைகளுக்கு நல்ல வஸ்திரம் வாங்கி கொடுப்பார், பெண் பிள்ளையை புறக்கணித்து விடுவார். അനേക തവണ പെൺകുട്ടി അപ്പനടുത്ത് കെഞ്ചി ചോദിച്ചിട്ടുണ്ട്, എന്നെയും കൂടെ ഒന്ന് സ്നേഹിച്ചുകൂടെ അപ്പാ, ഞാൻ നിന്റെ മകളല്ലേ? அநேக முறை அந்த பெண் பிள்ளை தகப்பனிடத்திலே கெஞ்சி வேண்டிக் கொண்டது, தகப்பனே என்னையும் கூட நேசியும், நானும் உங்களுடைய பிள்ளைதானே என்று. നിർദ്ദയമായി കഠിനമായി പറയും, എനിക്ക് പെൺപിള്ളാർ ഇഷ്ടമല്ല, എനിക്ക് പെണ്ണുങ്ങൾ ഇഷ്ടമല്ല. ஆனால் அவர் மிகவும் கண்டிப்பாக இப்படியாக சொல்லுவார், எனக்கு பெண் பிள்ளையை விருப்பமில்லை என்று. എന്നാൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ஆனால் அவள் தேவனிடத்திலே ஜெபிக்க தொடங்கினாள். കർത്താവേ, ഇതിനെ ജയിക്കുവാൻ എനിക്ക് ശക്തി വേണം. கர்த்தாவே, இதை ஜெயிக்க எனக்கு பலன் வேண்டும். ഈ അവഗണനയെ എനിക്ക് സഹിപ്പാൻ ശക്തി
ശക്തി വേണം. இப்படியாக புறக்கணிக்கப்படுவதை சகிக்க பலன் வேண்டும். ഞാൻ ഇവിടെ ഒറ്റപ്പെടുത്തപ്പെടുന്നെങ്കിൽ എനിക്ക് ഈ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറണം. நான் இங்கே தனிமைப்படுத்தப்பட்டிருக்கும் பொழுது இந்த குடும்பத்திற்கு நான் ஒரு ஆசீர்வாதமாய் மாற வேண்டும். എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം, ഇന്ന് എന്നെ വെറുക്കുന്ന എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കണം, അത് ദൈവം ഇടയാക്കണം എന്നവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. யாபேஸ் ஜெபித்தது போல தேவனே நீர் என்னை ஆசீர்வதிக்க வேண்டும், என்னை வெறுக்கிறதான என்னுடைய தகப்பன் என்னை நேசிக்க வேண்டும் என்று ஜெபித்தாள். അവൾ ഉത്സാഹിച്ച് പഠിച്ച് BA പാസ്സായി. அவள் உற்சாகமாக படித்து BA பாஸ் ஆனாள். ഇതിനിടയിൽ ആ മനുഷ്യൻ രോഗിയായി തീരുകയും തന്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. இதற்கு மத்தியிலே அந்த மனிதன் வியாதியஸ்தனாகி அவருடைய வேலை இழந்தார். തന്റെ ജോലിയുള്ള കാലത്ത് സമ്പാദിച്ചതെല്ലാം ചികിത്സയ്ക്കായിട്ട് കൊടുത്ത് തീർത്ത് അവസാനം കടവുമായി. தான் வேலை செய்ததான நேரத்திலே சம்பாதித்த சம்பாத்தியமெல்லாம் சிகிச்சைக்காக கொடுத்து எல்லாம் தீர்ந்து கடைசியிலே கடனாளியானார். എന്നാൽ ഈ പെൺകുട്ടി ഈ അപ്പനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. ஆனால் இந்த பெண் பிள்ளை தகப்பனை நேசித்தது. PGക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും വേണ്ട, ഒരു ജോലി എവിടെ നിങ്ങൾ തേടി, എനിക്ക് എന്റെ കുടുംബത്തെ പുലർത്തണം, എന്റെ അപ്പനെ ട്രീറ്റ്മെന്റിന് വേണം പണം കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. போஸ்ட் கிராஜுவேஷன் செய்ய விருப்பம் இருந்தாலும் கூட வேண்டாம், நான் என்னுடைய குடும்பத்தை போற்ற வேண்டும், என்னுடைய தகப்பனுடைய ചികിത്സ എല്ലാം നടത്ത വേണ്ടും എന്ന് അവൾ നിனைத்தாள். ദൈവൾക്കൊരു ജോലി കൊടുത്തു. ആ പണം മുഴുവനും പിതാവിന് വേണ്ടിയും വീട്ടിലെ ചെലവിനും ചെലവഴിച്ചു. പിതാവിനെ അവൾ ശുശ്രൂഷിച്ചു. എന്നാൽ ആ മക്കൾ ആരും ഈ കാര്യങ്ങൾ ചെയ്തില്ല. അവളോ தன்னுடைய சம்பாத்தியத்தை எல்லாம் தன்னுடைய தகப்பனுடைய சிகிச்சைக்காக செலவழித்தாள். தன்னுடைய வீட்டு காரியங்களை எல்லாம் பொறுப்பெடுத்துக் கொண்டாள். அது மாத்திரமல்ல, அந்த தகப்பனுக்கும் கூட அவள் உதவி ஒத்தாசை செய்தாள். ஆனால் இந்த ஆண் பிள்ளைகளோ யாரும் ஒன்றுமே செய்யவில்லை. ക്യാൻസർ പുത്ര മനുഷ്യൻ കണ്ണടയുന്ന വേളയിൽ തന്റെ മകളെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജനിച്ചത് 3 പെൺപിള്ളാരായിരുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനായിരുന്നേനെ. கடைசியிலே அந்த மனிதன் மரிக்க போகிறதான வேளையிலே தன்னுடைய பெண் பிள்ளையினுடைய கரத்தை பிடித்துக் கொண்டு இப்படியாக சொன்னார், எனக்கு பிறந்தது 3 பெண் பிள்ளைகளாக இருந்திருந்தால் நன்றாயிருந்திருக்கும் என்று. സ്വന്തം വീട്ടിൽ നിന്ന് പോലും അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ രക്തബന്ധുക്കളിൽ നിന്നോ നിങ്ങളിൽ നിന്നോ നന്മ അനുഭവിക്കുന്നതോ നിങ്ങൾക്ക് സ്നേഹവും പ്രാധാന്യവും പരിഗണനയും കിട്ടുന്നില്ല എങ്കിലും உன்னுடைய சொந்த வீட்டிலே உன்னுடைய தாயினிடத்தில் இருந்தோ தகப்பனிடத்தில் இருந்தோ கணவனிடத்தில் இருந்தோ மனைவியினிடத்திலோ இருந்தோ உன்னுடைய இரத்தத்திற்கு உட்பட்டதான உற்றார் பெற்றார் இடத்தில் இருந்தோ உனக்கு அன்பு கிடைக்காவிட்டாலும் கூட യേശു നിന്നെ നോക്കി പറയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. இயேசு சொல்லுகிறார், நான் உன்னை நேசிக்கிறேன். അപ്പനേക്കാൾ അമ്മയേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. தாயை காட்டிலும் தகப்பனை காட்டிலும் அதிகமாக நான் உன்னை நேசிக்கிறேன். ലോകത്തിൽ ആരെക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിന്നെ വിലയേറിയവന് ഭാര്യമായിട്ട് എണ്ണിയിരിക്കുന്നു. இந்த உலகத்திலே வேறு யாரை காட்டிலும் நான் உன்னை அதிகமாக நேசித்திருக்கிறபடியினாலே நான் உன்னை கனத்திற்குரியவனும் വിലയേറെ പെട്ടവനുമായി കണ്ടിരിக்கிறேன். ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ലോകത്തിലെ മാനങ്ങളും സ്ഥാനമൊന്നും ഏതുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. இந்த அன்பானது நம்முடைய இதயத்திலே கடந்து வரும் பொழுது உலகத்திலே இருக்கிறதான സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നുമില്ല എന്ന് നാം വിളങ്ങ முடியும். ഈ ദൈവത്തിൽ നിന്ന് കുടുംബത്തിൽ തന്നെ തന്റെ ഭാര്യയോ മക്കളോ എത്രയോ നന്മ അനുഭവിച്ചാലും ചില ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സില്ലാതെ ഇന്ന് ലോകത്തിന് പിന്നാലെ പോകുന്നവരുണ്ട്. இன்றைக்கு இந்த தேவனிடத்திலிருந்து எத்தனையோ நன்மைகளை மனைவியும் பிள்ளைகளும் அனுபவித்தாலும் கூட இருதயம் கடினப்பட்டவர்களாக தேவனை நேசிக்காதவர்களாக உலகத்தை நோக்கி போகிறார்கள். മാതാപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പ്രാപിച്ച നന്മ അനുഭവിച്ചു വളരുന്നതായ മക്കൾ അവര് ഇതെല്ലാം മറന്നിട്ട് ലോകത്തെയും ലോകക്കാരെയും പാപത്തെ സ്നേഹിച്ചു പോകുന്നത് കാണാൻ കഴിയുന്നു. மாதாபிதாக்கள் தேவனை நேசித்து பெற்றதான ஆசீர்வாதங்களை அனுபவிக்கிறதான பிள்ளைகள் இவைகள் ஒன்றையும் குறித்து அறிவில்லாதவர்களாக உலகக்காரையும் உலக காரியங்களையும் நேசித்து அவர்கள் போகிறார்கள். ലോകത്തിൽ ആര് പറയുന്നതും അനുസരിക്കാം, ദൈവത്തിന്റെ കൽപ്പന മാത്രം അനുസരിപ്പാൻ അവർക്ക് ലജ്ജയും മടിയുമാണ്. இந்த உலகத்திலே யார் சொல்வதற்கும் அவர்கள் கீழ்ப்படிய தயார், ஆனால் தேவன் சொல்வதற்கு மாத்திரம் കീഴ്പടിവதற்கு അവർക്ക് വെட்கமாக இருக்கிறது. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ ഒരു വിലയേറിയ മാന്യമാണെന്നും ദൈവം നിന്നെ സ്നേഹിച്ചു അറിഞ്ഞു കഴിയുമ്പോൾ ഈ ലോകം നിനക്ക് ഏതുമില്ല, ലോകക്കാർ ഏതുമില്ല എന്നത് ബോധ്യമാകും. நீ இப்படியாக தேவன் உன்னை நேசித்தார் என்றும் அவருடைய பார்வையிலே நீ விலையேற பெற்றவனும்
கணம் பொறிந்தவனுமாக இருக்கிறான் என்று நீ அறிந்து கொள்வாயானால் இதோ- இந்த உலகமும் உலகத்தாரும் உனக்கு ஒன்றுமில்லை. ഈ ലോകം എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് എന്റെ ദൈവത്തിന് കൽപ്പന അനുസരിക്കുന്നതാണ് വലുത് എന്ന് നമുക്ക് ബോധ്യമാകും. இந்த உலகம் என்னை எப்படி கண்டாலும் நான் என்னுடைய தேவனுடைய கற்பனையை கீழ்ப்படிவதே எனக்கு பெரிது என்று நினைக்க வேண்டும். അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു ഷണ്ണൻ, അവൻ എത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. மார்க்குத்தத்திலே இப்படியாக வாசிக்கிறோம், அங்கே ஒரு அன்னகன், அவன் எத்தியோப்பியாவில் உள்ளதான ராஜஸ்திரியினுடைய அரண்மனையிலே ஒரு உத்தியோகஸ்தன். അവന് യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയിൽ ഫിലിപ്പോസ് സുവിശേഷകനെ തന്റെ വാഹനത്തിൽ കയറ്റി സുവിശേഷകനിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം കേട്ടു. அவன் தன்னுடைய வாகனத்திலே பயணம் செய்து கொண்டு போகும் பொழுது பிலிப்பு என்கிறதான சுவிசேஷகனை தன்னுடைய வாகனத்திலே ஏற்றி கிறிஸ்துவை குறித்ததான சுவிசேஷத்தை கேட்டான். യേശുവിന് മുൻപായി യോഹന്നാൻ വന്നതും യോഹന്നാൻ മാനസാസ്നാനം കൊടുത്തതും യേശു പ്രവൃത്തി ആരംഭിച്ചപ്പോൾ സ്നാനമേറ്റുവെന്നും യേശു ചെയ്തതായ ശുശ്രൂഷകൾ ജനനം മുതൽ മരണം വരെയും ഈ ഫിലിപ്പോസ് അവനിൽ വിവരിച്ചുകൊണ്ടിരുന്നു. இந்த பிலிப்பானது அவரிடத்திலே இயேசுவிற்கு முன்பாக யோவான் ஸ்நானகன் வந்தார் என்றும் அந்த யோவான் ஸ்நானகன் மனம் திரும்புதலுக்கு ஏற்றதான ஞானஸ்தானத்தை கொடுத்தார் என்றும் இயேசு இப்படியாக ஞானஸ்தானம் பெற்றார் என்றும் அவர் பிறந்தது முதல் மரித்தது வரை உள்ளதான காரியங்களை எல்லாம் பிலிப்பு அவருக்கு வெளிப்படுத்தி கொடுத்தார். ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ആ വിശ്വാസം, രക്ഷ, സ്നാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞു. கிறிஸ்துவினுடைய பிறப்பு, கிறிஸ்துவினுடைய சிலுவை மரணம், இப்படியாக அவருடைய கிரியைகளை எல்லாம், அவருடைய அன்புவைகளை எல்லாம் அவர் கேள்விப்பட்ட பொழுது அவருடைய இருதயமானது அன்பினாலே நிறைந்தது. ആ വാഹനം യാത്ര ചെയ്തു പോകുമ്പോൾ വെള്ളമുള്ള സ്ഥലം പോലെ അവൻ അത് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, എനിക്ക് സ്നാനം തരാമോ, വിരോധം വല്ലതും ഉണ്ടോ? அவர்கள் இப்படியாக பயணம் செய்து கொண்டு போன பொழுது தண்ணீர் உள்ளதான ஒரு இடத்திற்கு வந்த பொழுது அவர் பிலிப்பு இடத்திலே கேட்கிறார், இங்கே தண்ணீர் இருக்கிறது, எனக்கு ஞானஸ்தானம் கொடுப்பதற்கு ஏதாவது தடை இருக்கிறதா என்று. നീ ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനാകാമെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞു അവന് സ്നാനം കൊടുത്തു. நீ கிறிஸ்துவை மெய்யாகவே நேசிக்கிறாயா என்று கேட்டார். அவர் ஆம் என்று சொன்னவுடனே அவருக்கு அங்கே ஞானஸ்தானம் கொடுத்தார். അവനത് അപമാനമായിട്ട് തോന്നിയില്ല. அது அவருக்கு அவமானமாய் தோன்றவில்லை. അവന് കൊട്ടാരത്തിലെ ഉദ്യോഗമോ ഉന്നത ബന്ധങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുന്നതിന് തടസ്സമായില്ല. அவருடைய அரண்மனையினுடைய வேலையோ அவருக்கு இருக்கிறதான உயர்வான ஆட்களினுடைய பந்தமோ அவருக்கு ஞானஸ்தானம் பெறுவதற்கு ஒரு வெட்கமாகவோ തടയാകവോ ഇരിക്കവില്ലേ. ലോകം എന്നെ എങ്ങനെയും കാണട്ടെ, എങ്ങനെയും മാർക്കിടട്ടെ, എന്റെ ദൈവം എനിക്ക് തരുന്നതായ ബഹുമതിയും മാനവുമാണ് വലുത് എന്നവന് ബോധ്യമായി. உலகம் எனக்கு எப்படியும் நினைக்கட்டும், எப்படியும் மார்க் போடட்டும், ஆனால் தேவன் எனக்கு தருகிறதான வெகுமதியும் அவருடைய மார்க்குமே முக்கியம் என்று அவர் விளங்கிக் கொண்டார். ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സുവിശേഷം പ്രചരിക്കുവാൻ അതൊരു മുഖാന്തരമായി. ஆப்பிரிக்கா கண்டத்திலே சுவிசேஷத்தை அறிவிக்க அது ஒரு முகாந்தரமானது. ഒരു ഉന്നത പദവിയേക്കാൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. இந்த ஒரு உன்னத பதவி என்றால் தேவனுடைய கற்பனைக்கு கீழ்ப்படுவது அதை காட்டிலும் மிகவும் மேலானது. ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം പട്ടണത്തിൽ ഒരു അഗ്രികൾച്ചർ ഓഫീസറായ ഒരു വ്യക്തി ഉണ്ടായിരുന്ന, പേര് അലക്സാണ്ടർ മുതലാളി. ஒரு 50 வருடங்களுக்கு முன்பாக கோட்டயத்திலே ஒரு அக்ரிகல்ச்சர் ஆபீசர் ஒருவர் இருந்தார். அவருடைய பேர் அலெக்ஸ். അദ്ദേഹത്തിന് സ്നാനമേൽക്കുവാൻ തീരുമാനമായപ്പോൾ ഈ മൂന്നാറ് കൺവെൻഷന് വന്ന സ്നാനമേൽക്കുവാനായി ഇവിടെ കടന്നു വന്നു. அவர் ஞானஸ்தானம் எடுக்கும்படியாக தீர்மானித்த பொழுது மூணார் கன்வென்ஷனுக்கு வந்து ஞானஸ்தானம் பெற தீர்மானித்தார். എന്നാൽ ഇവിടെ വന്നതിന്റെ കാരണം അറിയുന്നില്ല. എന്നാൽ സ്നാനം കൊടുക്കുന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, താങ്കൾ തിരിച്ചുപോയി താങ്കളുടെ നാട്ടിൽ പോയി സ്നാനപ്പെടാൻ പറഞ്ഞു. ஆனால் ஞானஸ்தானம் கொடுக்கிறதான பாஸ்டர் அவரை கண்டவுடனே இப்படியாக சொன்னார், நீங்கள் திரும்பி போய் உங்களுடைய நாட்டில் தானே நீங்கள் ஞானஸ்தானம் பெறுங்கள் என்று. താൻ അനുസരിച്ച് കോട്ടയം പട്ടണത്തിൽ പോയി അവിടെ നാട്ടുകാരും താൻ താരിക പദവിയിൽ തന്നെ അറിയാവുന്ന ആളുകളെല്ലാം കാണുക പരസ്യമായി സ്നാനമേറ്റു. அவர் கோட்டயம் பட்டணத்திற்கு திரும்பி போய் அந்த நாட்டில் உள்ளதான சகல ஜனங்களும் தான் அறிந்ததான சகல ஜனங்களும் காணும்படியாக വെളിയരംഗமாக അവർ ജ്ഞാനസ്ഥാനം പെറ്റാർ. സ്നാനപ്പെടുന്നതും ബന്ധുക്കോസിലാകുന്നൊക്കെ ഒരു പാവപ്പെട്ടവരുടെ, അറിവില്ലാത്തവരെ, പഠിപ്പില്ലാത്തവരുടെ ഒക്കെ ഒരു വഴിയാണ് ചിന്തിച്ചിരുന്ന ആളുകൾ തിരിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. இப்படியாக ஞானஸ்தானம் பெறுவதும் பெந்தைகோஸ்தே என்பதும்
படிப்பில்லாத அறிவில்லாத ஆட்கள், பாவப்பட்ட ஆட்களினுடைய மார்க்கம் என்று நினைத்து கொண்டிருந்ததான ஜனங்கள் எல்லாம் மறித்து அதற்கு மாறாக சிந்திக்க தொடங்கினார்கள். അലക്സാണ്ടർ മുതലാളി വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടെങ്കിൽ പെന്തകോസിൽ ഒരു സത്യമുണ്ട് എന്ന് ജനങ്ങൾ ഏറ്റുപറഞ്ഞ് അനേകർ വിശ്വാസത്തിൽ വന്നു. அலெக்சாண்டர் முதலாளி அவர்கள் தண்ணீரிலே இறங்கி ஞானஸ்தானம் பெற்றார் என்றால் இந்த பெந்தெகோஸ்தே சபையிலே ஒரு சத்தியம் உண்டு என்று அநேகரும் சொல்லி பின்பற்ற தொடங்கினார்கள். യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു, എത്രത്തോളം സ്നേഹിച്ചു, നിന്നെ എത്രത്തോളം മാനിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ നീ ഇടം വലം ചിന്തിക്കുകയില്ല. இயேசு உன்னை எவ்வளவாய் அன்பு கூர்ந்தார், உன்னை எவ்வளவு கணத்திற்குரியவனாய் நினைத்திருக்கிறார் என்பதை நீ விளங்கிக் கொண்டார், நீ இடதுபுறமோ வலதுபுறமோ சிந்திக்க மாட்டாய். നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ ഡിഗ്രിയോ ഉദ്യോഗമോ പണമോ കുടുംബ മഹിമയോ കൂട്ടുകെട്ടുകളോ ബന്ധമോ സമൂഹത്തിലോ പദവികളോ സ്ഥാനങ്ങളോ ഒന്നും വിഷയമല്ല. യേശു സകലവും കൊടുത്ത് നിന്നെ സ്നേഹിച്ചെന്നറിഞ്ഞാൽ നീ എല്ലാം മറന്ന് യേശുവിന്റെ കൽപ്പനയെ അനുസരിപ്പാൻ തയ്യാറാവും. உன்னுடைய தகுதியோ உன்னுடைய பணமோ உன்னுடைய பதவியோ உன்னுடைய படிப்போ உன்னுடைய நண்பர்களோ உற்றார் பெற்றார்களோ இவைகள் எல்லாவற்றையும் விட்டுவிட்டு இயேசு என்னை நேசித்தார் என்று நீ அறிவாயானால் இவைகள் எல்லாம் உனக்கு ஒன்றுமில்லை. നമ്മളെ വലിയൊരു മാന്യനാക്കി തീർക്കുവാൻ ദൈവം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് അഭിഷേകത്തെ നൽകുന്നു. நம்மை விலையேற பெற்றவர்களும் கணத்திற்குரியவர்களாக கண்டு இயேசு செய்ததான அடுத்ததான காரியம் நமக்கு பரிசுத்தாவியினுடைய அபிஷேகத்தை தந்தார். പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. பரிசுத்தாவியினுடைய அபிஷேகம் என்பது ஒரு சாதாரண காரியமல்ல. ഏതുമില്ലാത്ത നമ്മളെ സ്വർഗത്തിലെ ദൈവം വലിയൊരു മാന്യരുമായിട്ടും മാറ്റിയിരിക്കുന്നതിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ് ഈ പരിശുദ്ധാത്മാവെന്ന ഈ വലിയ നിക്ഷേപം. ஒன்றுமில்லாததான நம்மை பரலோகத்தின் தேவன் கணத்திற்குரியவர்களும் விலையேற பெற்றவர்களுமாக மாற்றி இருக்கிறார் என்பதற்கான வெளிப்படையான அடையாளம் தான் இந்த பரிசுத்தாவியினுடைய அபிஷேகம். കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലങ്ങളിൽ ഒരു തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് രാജാവിനെയാണ്. பழைய காலங்களிலே தைலத்தினால் அபிஷேகம் பண்ணுவது ஒரு ராஜாவை അല്ലെങ്കിൽ ഒരു പുരോഹിതനെയാണ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നത്. அல்லது ஒரு ஆசாரியனை தைலத்தினாலே அபிஷேகம் செய்வார்கள். ദൈവത്തിന്റെ പ്രതിനിധിയായ ഒരു പ്രവാചകനെ ആ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമായിരുന്നു. இல்லாவிட்டால் தேவனுடைய பிரதிநிதியாகிய ஒரு தீர்க்கதரிசியை தைலத்தினால் அபிஷேகம் பண்ணுவார்கள். അഭിഷേകം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. இந்த அபிஷேகம் என்பது மிகவும் மேன்மையான ஆட்களுக்கு கொடுக்கிறதான ஒரு அனுபவம். ഈ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ദൈവം നമ്മളെ എത്രയോ മാനിച്ചിരിക്കുന്നു, ദൈവം നമ്മളെ എത്ര വിലയേറായി എണ്ണിയിരിക്കുന്നു. അതിൽ സന്തോഷമുള്ളവർ അഭിഷേകം പ്രാപിച്ചവരെ കരയുയർത്തി ഒരു ശക്തിയാരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ஹல்லேலூயா. ഈ ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാവതല്ല. இந்த தேவனுடைய அன்பானது நம்மை நெருக்கி ஏவும் பொழுது நம்மால் அடங்கி இருக்க முடியாது. സുവിശേഷം അറിയിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും നമ്മളെ തന്നെ സമർപ്പിപ്പാൻ തയ്യാറാകും. சுவிசேஷத்தை அறிவிக்க ஊழியம் செய்வோம். நீங்கள் எத்தனை பேர் தயார்? നമ്മളെ തേടി വന്ന ഈ സ്നേഹം, നമുക്ക് വേണ്ടി ജീവനും രക്തം തന്നതായ ഈ ക്രിസ്തുവിന്റെ സ്നേഹം, നമ്മളെ വലിയേറെ മാന്യരാകുന്ന ഈ സ്നേഹത്തെ നാം അറിയുമ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഉള്ളിലൊരു ഭാരമുണ്ടാവും. நம்மை தேடி வந்ததான அன்பு, நமக்காக தன்னுடைய ஜீவனை தந்ததான அன்பு, நம்மை கணத்திற்குரியவர்களும் விலையேற பெற்றவர்களுமாக கண்டதான இந்த அன்பு நம்முடைய இதயத்திற்குள் வரும்போது நாம் அப்படி செய்ய முடியும். യേശുവിന്റെ സ്നേഹവും നമ്മളെ സ്നേഹിച്ച വിധവും ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെ പങ്കിടുവാൻ നാം ഇറങ്ങി പുറപ്പെടും. இயேசு நம்மை நேசித்ததான தேசத்தை நாம் அறியும் பொழுது இந்த அழிந்து போகிறதான ஆத்துமாக்களுக்கு சுவிசேஷம் சொல்லும்படியாக நாம் ஆயத்தப்படுவோம். നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളോട് മാത്രമല്ല, വെറും ഒന്നോ രണ്ടോ പേരോട് പോലും സുവിശേഷം അറിയിക്കുന്നതിന് നമുക്ക് യാതൊരു ലജ്ജയും തോന്നുകയില്ല. நூற்றுக்கணக்கான ஆயிரக்கணக்கான ஆட்களுக்கு மாத்திரமல்ல, ஒன்றோ இரண்டோ ஆட்களுக்கு கூட இந்த சுவிசேஷத்தை அறிவிப்பதில் நமக்கு எந்த வெட்கமும் இல்லை. ഇവിടെ ചുറ്റുവരയിൽ 5 പേരെ വെച്ച് ആരാധന നടത്തി നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. இந்த சிட்டிவாரை என்கிறதான இடத்திலே வெறும் 5 பேரை வைத்து ஆராதனை நடத்தி நன்றாக பிரசங்கம் செய்திருக்கிறேன். ഒരാൾ പോലും കേൾക്കാനാത്ത സ്ഥാനത്ത് മരത്തിന് മുകളിൽ കോളാമ്പി വെച്ച് കെട്ടി ആരെങ്കിലും കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ஒரு ஆளும் இல்லாத இடத்திலே மரத்திலே கோலாம்பியை வைத்து கட்டி
யாராவது இதை கேட்டுக்கொள்ளுங்கள் என்று சொல்லி நான் பிரசங்கித்திருக்கிறேன். ഇത് പ്രസംഗമേടയോ മൈക്കോ ജനങ്ങളെ കണ്ട് നമുക്ക് സുവിശേഷിക്കാൻ തോന്നുന്നതല്ല. സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇത് പറയാതിന് ഉറക്കം വരികയില്ല. பிரசங்க மேடையோ இல்லாவிட்டால் கூடுகிறதான அநேக ஆட்களை கண்டுகொண்டு சுவிசேஷம் அறிவிப்பது அல்ல, സുവിശേഷം അറിയിക്കാமல் എന്നാൽ അടങ്ങിയിരിക്ക മുടിയാതെ. എന്റെ ഉദ്യോഗത്തെ കുറിച്ചും എന്റെ പഠിപ്പിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന ഒരു ചിന്തയേ വരികയില്ല. என்னுடைய உத்தியோகத்தை குறித்தும் என்னுடைய படிப்பை குறித்தும் அறிந்ததான ஆட்கள் என்னை குறித்து என்ன நினைப்பார்கள் என்கிறதான ചിന്തയെ വരാതെ. വീട്, ഉദ്യോഗം, വരുമാനം, സമ്പത്ത് ഒന്നും വലുതായി തോന്നുകയില്ല. ഇതെല്ലാം കുപ്പയായി എണ്ണി യേശുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് തീരും. വീട്, സമ്പാദ്യം, പഠിപ്പ് ഇവകൾ എല്ലാം குப்பை என்று எண்ணி இயேசுவை குறித்து நாம் அறிவிப்பவர்களாக மாறுவோம். അപ്പോസ്തലനായ പൗലോസ് മുൻപ് നല്ല വിദ്യാസമ്പന്നനായിരുന്നു, നല്ല സമ്പത്തുള്ളവനായിരുന്നു, സമൂഹത്തിൽ അന്ന് വളരെ ആദരിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ അവൻ യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞപ്പോൾ ലോകത്തിലുള്ള ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണി. அப்போஸ்தலனாகிய பவுல் நன்றாய் படித்தவராய் இருந்தார், நல்ல ஐஸ்வர்யவானாக இருந்தார். ஆனால் அவர் கர்த்தராகிய இயேசு கிறிஸ்துவை அறிந்த பொழுது இவைகள் எல்லாவற்றையும் നഷ്ടം என்று എണ്ണിனார். മാത്രമല്ല പറയുന്നത് ഇതൊരു കുപ്പയാണെന്ന് അവൻ പറയുകയാണ്. അത് മാത്രമല്ല ഇതൊരു കുപ്പை എன்கிறார். എന്താണ് കാരണം? കാരണം என்ன? ദൈവം നമ്മളെ വിലയേറിയ മാന്യരുമായി എണ്ണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നാം നമ്മളെ തന്റെ കർത്താവിനായി കൊടുക്കുകയായി. தேவன் நம்மை கணத்திற்குரியவர்களும் விலையேற பெற்றவர்களுமாக எண்ணினார் என்று அறிந்த பொழுது നമ്മയെ നാം ദേവനുക്കായി കൊടുக்கிறோம். നമ്മുടെ ജീവനെ പോലും ജീവൻ തന്ന കർത്താവിനായി കൊടുക്കുവാൻ തയ്യാറായി മാറുകയാണ്. നമ്മുടെ ജീവனை கூட நமக்காக ஜீவன் தந்ததான கர்த்தருக்காக கொடுக்க ஆயத்தப்படுகிறோம். അങ്ങനെ ചെയ്യുന്നവരുള്ളതായി ദൈവത്തിന് വാഗ്ദത്തം എന്താണ്? அப்படியாக செய்கிறவர்களுக்கு தேவனுடைய வாக்குத்தத்தம் என்ன? ഇവിടെ വായിച്ചു കേട്ടു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവനവരും ജാതികളെയും കൊടുക്കുന്നു. நீ என் பார்வைக்கு அருமையானவனானபடியினால் கனம் பெற்றாய், நானும் உன்னை சிநேகித்தேன், ஆதலால் உனக்கு பதிலாக மனுஷர்களையும் உன் ஜீவனுக்கு ஈடாக ஜனங்களையும் கொடுப்பேன். അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് ദൈവം ആത്മാക്കളെ കൊടുത്ത് അവരെ മാനിക്കും. இப்படியாக சமர்ப்பிப்பவர்களுக்கு தேவன் ஆண்பிள்ளைகளை கொடுத்து அவர்களை கனம் பண்ணுவார். നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ കല്യാണി എന്ന വ്യക്തിയെ കുറിച്ച്. நீங்கள் ஒருவேளை கேள்விப்பட்டிருக்கலாம் டாக்டர் கல்யாணி என்கிற ஆளை குறித்து. തൃശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ തമ്പുരാന് കൊച്ചുമകളായിരുന്നു. அவர் திருச்சூர் டிஸ்ட்ரிக்டிலே அந்த கொடுங்கனூர் அந்த அரண்மனையிலே அந்த தம்புரானுக்கு பேரப்பிள்ளையாயிருந்தார். മെഡിസിൻ പഠിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി ജോലി നോക്കുമ്പോൾ அவர் மெடிசன் படித்து திருவனந்தபுரம் மெடிக்கல் காலேஜிலே ப்ரொஃபஸராக வேலை செய்த பொழுது യേശുവിനെ കുറിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. இயேசுவை அறிந்து இயேசுவை இரட்சகராய் ஏற்றுக்கொண்டார். സ്നാനമേറ്റു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ஞானஸ்தானம் பெற்று பரிசுத்தாவின் அபிஷேகத்தை பெற்றார். അവരെല്ലാം 20 വർഷം പ്രൊഫസറായി ജോലി ചെയ്തിട്ടും അവര് കർത്താവിന്റെ വേലയ്ക്കായി എല്ലാം വിട്ടു പുറപ്പെട്ടു. 20 வருடங்கள் ப்ரொஃபஸராக வேலை செய்தாலும் கூட எல்லாவற்றையும் விட்டுவிட்டு கர்த்தருக்காய் புறப்பட்டார்கள். ജോലി രാജിവെച്ചിട്ടും 1.5-2 വർഷക്കാലത്തോളം കഴിഞ്ഞാണ് ഗവൺമെന്റ് അവരുടെ രാജിയെ സ്വീകരിച്ചത്. அவர் வேலையை ராஜினாமா செய்த பொழுதும் கூட அரசாங்கமானது 1-2 ஆண்டுகள் கழித்துத்தான் அவருடைய அந்த ராஜினாமாவை ஏற்றது. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അവൻ തനിക്കുള്ളതെല്ലാം കൊടുത്തുവെന്ന് അറിയുമ്പോൾ നാം നമുക്കുള്ളത് എല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നാം തയ്യാറാകും. நம்மை நேசித்து அவர் தனக்குரிய எல்லாவற்றையும் கொடுத்தார் என்று நாம் அறியும் பொழுது நமக்குள்ளதான எல்லாவற்றையும் விட்டுவிட்டு அவருக்காக ஊழியம் செய்ய ஆயத்தமாகும். അതുവരെ ലോകത്തിലുള്ളതായി ഒന്നും വലുതായി തോന്നുകയില്ല. அதற்கு பின்பு உலகத்தில் உள்ள ஒன்றும் பெரிதாய் தோன்றாது. ഒരു കമ്പനിയിൽ ഉന്നത ഉദ്യോഗം ഉണ്ടായിരുന്ന ഒരാൾ രാജിവെച്ച് മിഷണറിയായി പോകാൻ തീരുമാനിച്ചു. ஒரு உன்னத உத்தியோகம் உடையதான ஒருவர் தன்னுடைய வேலையை ராஜினாமா செய்துவிட்டு சுவிசேஷம் அறிவிக்க പുറപ്പെടെ തയ്യാറാണ്. ഒരുവേള ശമ്പളം കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ആ പൊസിഷൻ ചെറുതായതുകൊണ്ടോ ആണെന്ന് കരുതി കമ്പനി അദ്ദേഹത്തിന് ഉയർത്തി ഒരു ഉയർന്ന പദവിയും കനത്ത ശമ്പളവും കൊടുത്തു. ஒருவேளை இவர் தன்னுடைய பதவி குறைவு என்றும் தன்னுடைய வருமானம் குறைவு என்றுதான் நினைத்து வேலையை ராஜினாமா செய்ய தீர்மானிக்கிறாரோ என்று அந்த கம்பெனி நினைத்து அந்த கம்பெனியிலே அவருக்கு உயர்ந்த பதவியும் உயர்ந்த சம்பளமும் கொடுத்தது. തീരുമാനത്തിൽ പിന്മാറിയില്ല. ஆனால் தீர்மானத்திலிருந்து பின்வாங்கவில்லை. വിനയപൂർവ്വമായി കമ്പനിക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. அவர் வினயபூர்வமாக கம்பெனிக்கு கொடுத்த பதில் இப்படி: നിങ്ങൾ എനിക്കുന്നതായ പദവിയും ശമ്പളവും എല്ലാം കൊള്ളാം,
நீங்கள் எனக்கு தந்ததான பதவியும் சம்பளமும் நல்லதுதான். പക്ഷേ ദൈവത്തിന് വേല ചെയ്താൽ നിത്യതയിൽ ലഭിക്കാവുന്ന പ്രതിഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഫറെല്ലാം വെറും നിസ്സാരമാണ്. ஆனால் தேவனுக்கு ஊழியம் செய்கிறபடியினால் நித்தியத்திலே நான் பெறப்போகிறதான பிரதிபலனோடு கூட ஒப்பிட்டு பார்க்கும் பொழுது நீங்கள் தருகிறதான இந்த காரியங்கள் எல்லாம் சாதாரணமானவைகள். എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നു? எத்தனை பேர் வாஞ்சிக்கிறீர்கள்? യൗവനക്കാരോട് ചോദിക്കുന്നു, യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ? நீங்கள் அவர் இயேசு உங்களை நேசித்தது போல நீங்கள் இயேசுவை நேசிக்கிறீர்களா? യൗവനക്കാരത്തികളെ, യേശു സകലവും നിനക്ക് വേണ്ടി കൊടുത്തപ്പോൾ കർത്താവിനായി നിന്റെ ജീവിതം കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? வாலிபர்களே, சகோதர சகோதரிகளே, இயேசு உங்களுக்காக எல்லாவற்றையும் கொடுத்த பொழுது நீங்கள் உங்களுடைய ஜீவனையும் இயேசுவிற்காக கொடுக்க ஆயத்தமா? ജീവിതത്തിന് ഇനിയുള്ളതായ കാലം മുഴുവനും ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലും എന്നെ രക്ഷകരെ സാക്ഷിക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കുന്നു? ஜீவியத்திலே இனி மீதியாக இருக்கிறதான நாட்களிலே எந்த சூழ்நிலையிலும் யார் மத்தியிலும் இயேசுவை நான் அறிவிப்பேன் என்று எத்தனை பேர் தீர்மானிக்கிறீர்கள்? അങ്ങനെ തീരുമാനമോ ആഗ്രഹമുള്ളവരെല്ലാം കരമെടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുകയാണ്. நான் உன்னை விலையேற பெற்றவனும் கணத்திற்குரியவனுமாய் எண்ணியிருக்கிறேன். നമ്മളെ വിലയേറിയാക്കുവാൻ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. நம்மை விலையேற பெற்றவர்களாக மாற்றும்படியாக கர்த்தர் செய்த ஏராளம் காரியங்களை சொல்லிவிட்டேன். ഒന്നാമത് തന്നെ വിലയേറിയ രക്തം നമ്മൾ വീണ്ടെടുക്കുവാനായിട്ട് കൊടുത്തു. முதலாவதாக தன்னுடைய விலையேற பெற்ற ரத்தத்தை நம்மை மீட்கும்படியாய் கொடுத்தார். ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വില കൂടിയത് എന്താണ്? ஒரே ஒரு கேள்வி, உலகத்திலே மிகவும் விலை கூடியது எது? ഈ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ലോകമുണ്ടായ ശേഷം എന്തെല്ലാം സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ, മനുഷ്യന് കണ്ടിട്ടുണ്ടോ, അതിലേറ്റവും വിലപ്പെട്ടത് എന്താണ്? மனிதன் தோன்றிய பின்பு இந்த உலகத்திலே தோன்றினதான பொருட்கள், அவன் கண்டுபிடித்ததான பொருட்கள், இவை எல்லாவற்றிலும் വിലയേറ പെട്ടതാണ് പൊരുൾ ഇത്. പൊന്നല്ല, വെള്ളിയല്ല, രക്തങ്ങളല്ല, സമ്പത്തുകളല്ല, ലോകത്തിൽ ഒന്നുമല്ല, ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് ഏറ്റവും വിലയേറിയത്. പൊന്നുമല്ല, വെള്ളിയുമല്ല, ഉലകത്തിലെ വിലയേற പെട്ട വേറെ ഒന്നുമല്ല വിലയേற പെട്ടത് നമ്മുടെ രക്ഷകന്റെ പുണ്യാഹ രക്തം, നമ്മുടെ രക്ഷകരിനുடைய പുണ്യാകര രക്തം. ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പായി താഴെ വീണത് മുതൽ ആ പിലാത്തോസിന്റെ അരമനയിലും ആ കാൽവറിയിലേക്കുള്ള വഴിയിലും കാൽവറി ക്രൂശിലും ചൊരിഞ്ഞു വീണ ആ രക്തം എന്ന വസ്തുവാണ് ലോകം കണ്ടിട്ടുള്ള, ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വിലയേറിയ വസ്തു. கெத்செமனே தோட்டத்தில் அவர் ஜெபித்துக் கொண்டிருந்த பொழுது அவருடைய சரீரத்தில் இருந்து இரத்தமானது வேர்வையின் பெருந்துளியாய் தரையிலே விழுந்தது. அது மாத்திரமல்ல, பிலாத்துவினுடைய அரண்மனையிலே அவர் விசாரிக்கப்பட்ட பொழுதும் கல்வாரி சிலுவையிலே மரித்த பொழுதும் அவர் சிந்தினதான இரத்தம்தான் உலகத்திலே விலையேற பெற்றது. വിലയേറിയത് നമുക്ക് വേണ്ടി കൊടുത്തവെങ്കിൽ ഇതിൽ പരം നമ്മളെ മാനിപ്പാൻ വേറെ എന്തുണ്ട്? இப்படியாக தன்னுடைய விலையேற பெற்ற ரத்தத்தையே நமக்கு கொடுத்து விட்டாரானால் இதை காட்டிலும் விலையேற பெற்றதாக நமக்கு கொடுக்க வேற என்ன இருக்கிறது? ഏറ്റവും വിലയേറിയ നിക്ഷേപമായ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ ദൈവം തന്നിരിക്കുകയാണ്. அதற்கு மேலாக விலையேற பெற்ற பொக்கிஷமாகிய പരിശുദ്ധ ആവിയെ നമ്മുടെ ഹൃദയത്തിലെ തന്നിരിக்கிறார். നമ്മളെ വിലയേറിയവരാക്കുവാൻ ഇത് മാത്രമല്ല ചെയ്യുന്നു, ഇനി അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ വിലയേറിയവர்களாக മാറ്റുம்படியாக ഇത് മാത്രമല്ല, ഇനിയും അനേക കാര്യങ്ങളെ അവർ ചെയ്യുகிறார். പറഞ്ഞുവല്ലോ, നമ്മളെ വിലയേറിയ മുത്തായി ഈ വ്യാപാരിയായി ക്രിസ്തു കണ്ടുവന്ന് இது நம்மை விலையேற பெற்ற முத்தாக இந்த வியாபாரியாக கிறிஸ்து கண்டார் என்றால் അതിന്റെ ഒരർത്ഥം പറഞ്ഞാൽ, വേറൊരർത്ഥം പറഞ്ഞാൽ വിലയേറിയ മുത്താക്കി തീർക്കാം, മുത്താക്കി എടുക്കാമെന്ന് അവൻ കണ്ടു എന്ന് പറയാൻ കഴിയും. வேறொரு அர்த்தத்திலே சொன்னால் நம்மை விலையேற பெற்ற முத்தாக மாற்ற முடியும் என்று அவர் கண்டார் என்று சொல்லலாம். നമ്മുടെ വിലയേറിയ മുത്താക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും അനുവദിച്ചു എന്ന് വരാം. நம்மை விலையேற பெற்ற முத்தாக மாற்றும்படியாக நம்முடைய ஜீவியத்திலே വേദനയും കഷ്ടത്തെയും അനുമതിത്തതായി വരலாம். ഈ മുത്തുള്ളതായ ചിപ്പി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? இந்த முத்து உள்ளதான சிற்பி எப்படி ഉണ്ടാகிறது? നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒരു കടൽ ജീവിയാണ് ഈ ചിപ്പി എന്ന് പറയുന്നത്. കടലിലെ ജീവിക്കുന്നതാണ് ഒരു ജീവിതാണ് இந்த சிற்பி. കടലിൽ ധാരാളം ചിപ്പികൾ ഉണ്ടെങ്കിലും എല്ലാ ചിപ്പിയുടെ അകത്തും മുത്തില്ല. கடலிலே தாராளம் சிப்பிகள் இருந்தாலும் கூட
എല്ലാ ചിപ്പിയിലും മുത്തിയില്ലേ. എന്നാ വിലയേറിയ മുത്തുള്ളതായ ചിപ്പി എങ്ങനെ ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ஆனால் விலையேறப்பெற்ற முத்து உள்ளதான சிப்பி எப்படி உண்டாகிறது என்று അത് கேட்டால், സമുദ്രത്തിൽ സഞ്ചരിക്കുമ്പോൾ മണൽത്തരിയോ വേറെ എന്തെങ്കിലും അന്യ വസ്തുക്കളോ അതിന്റെ ഉള്ളിൽ പോകും. அது இப்படியாக கடலிலே சஞ்சரிக்கும் பொழுது மணல் தரியோ இல்லாத வேறு ஏதாவது ஒரு ஃபாரின் பார்ட்டிகளோ அதற்குள்ளாய் போகும். ഇതിനെ പുറന്തള്ളാൻ കഴിവില്ലാതെ പോകും. இதை வெளியே தள்ள வழி இருக்காது. അതകത്ത് കിടന്ന് വേദനിപ്പിക്കാൻ തുടങ്ങും. அது உள்ளே இருந்து வேதனைப்படுத்த தொடங்கும். അപ്പോൾ അതിന് ശരീരത്തിൽ നിന്ന് ഒരുതരം ദ്രാവകം വന്ന് അതിന് ചുറ്റും പൊതിയും. அப்பொழுது அதனுடைய சரீரத்தில் இருந்து ஒரு லிக்விட் வந்து அதை முழுவதும் சுற்றிக் கொள்ளும். ഇതിനെ കുത്തുന്ന വേദനിപ്പിക്കുന്ന ഈ വസ്തുവിനെ ഈ ദ്രാവകം ഇങ്ങനെ പൊതിഞ്ഞ 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 അതാണ് ഒടുവിൽ വിലയേറിയ മുത്തായിട്ട് തീരുന്നത്. இப்படியாக இதை குத்தி வேதனைப்படுத்துகிறதான அந்த பொருளை இந்த திரவமானது சுற்றி சுற்றி வேதனை இல்லாமல் ஆக்குகிறது. அதுதான் கடைசியிலே விலையேற பெற்ற முத்தாகிறது. ക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ട് എല്ലാം സൗഭാഗ്യമായി എന്ന് ഞങ്ങൾ പറയുകയില്ല. கிறிஸ்துவை பின்பற்றினபடியினாலே எல்லாம் உங்களுக்கு பாக்கியகரமாகவே இருக்கும் என்று நாங்கள் சொல்லவில்லை. കഷ്ടമില്ല, കണ്ണുനീരില്ല, സന്തോഷം മാത്രമെന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നില്ല. நீங்கள் ஒரு துக்கமும் இல்லை, பாடும் இல்லை, சந்தோஷம் மாத்திரமே என்று வேதம் படிப்பிக்கவில்லை. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ നിന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരിക. கிறிஸ்துவை பின்பற்றுக வாஞ்சித்தவர்களை பார்த்து கிறிஸ்து இப்படியாக சொன்னார், நீங்கள் என்னை பின்பற்ற விரும்பினால் என்னுடைய சிலுவையை எடுத்துக்கொண்டு என்னை பின்பற்றுங்கள். ആ ക്രൂശ് കഷ്ടതയെയും അപമാനത്തെയും നിന്ദയെയും വേദനയെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുകയാണ്. அந்த சிலுவையானது கஷ்டத்தையும் நிந்தையையும் உபத்திரவத்தையும் பாடுகளையும் வெளிப்படுத்துகிறது. ക്രിസ്തുവിനെ പിൻപറ്റിയാലും അവൻ നിന്നെ തെരഞ്ഞെടുത്താലും നിന്റെ ജീവിതത്തിൽ വേദനകൾ വരാം. கிறிஸ்துவை நீ பின்பற்றினாலும் அவர் உன்னை தெரிந்தெடுத்தாலும் உன்னுடைய ஜீவியத்திலே வேதனை வரலாம். വേദനപ്പെടുത്തുന്നവർ നിനക്ക് ചുറ്റും ദൈവം അനുവദിച്ചേക്കാം. வேதனைப்படுத்துகிறவர்களை சுற்றிலும் தேவன் அனுமதிக்கலாம். എന്നാൽ അവർ നിന്നെ വേദനപ്പെടുത്തുമ്പോൾ ആ വേദനയെ മാറ്റാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, മാറ്റാതെ തന്നെ ആ വേദനയ്ക്ക് ചുറ്റും തന്റെ കൃപ വന്ന് പൊതിയുകയായി. அந்த வேதனையை அவரால் மாற்ற முடியாமல் அல்ல, நீ வேதனைப்படும் பொழுதுதானே அதை சுற்றிலும் അവരുടെ കിരുബை வந்து പൊതിந்து കൊള്ളുகிறது. വിരോധികൾ എന്നെ നിന്ദിക്കുന്നല്ലോ അപമാനിക്കുന്നല്ലോ എന്ന് നിനക്ക് വേദനപ്പെടുമ്പോൾ കർത്താവ് പറയും, എന്റെ കൃപ നിനക്ക് തരാം. விரோதிகள் என்னை விரோதிக்கிறார்களே, வேதனைப்படுத்துகிறார்களே என்று நீ சொல்லும் பொழுது கர்த்தர் சொல்லுவார், நான் என்னுடைய கிருபையை உனக்கு தருகிறேன். ക്രിസ്തുവിനെ പിൻപറ്റിയതിനാൽ എന്റെ വീട്ടുകാർ എന്റെ ശത്രുക്കളായി എന്നെ വേദനിപ്പിക്കുന്നവർ യേശു പറയും, എന്റെ കൃപ നിനക്ക് തരാം. கிறிஸ்துவை பின்பற்றினபடியினாலே என்னுடைய வீட்டுக்காரர்களே என்னை வேதனைப்படுத்துகிறார்கள் என்று நீ சொல்வாயானால் கிறிஸ்து சொல்லுவார், நான் என்னுடைய கிருபையை உனக்கு தருகிறேன். ദൈവവൈതലല്ലേ ഇവന് പ്രതികരിക്കുകയില്ല, എതിർക്കുകയില്ല, കേസിന് പോകുകയില്ല, പ്രതികാരം ചെയ്യില്ല എന്ന് കരുതി അനേകം നിനക്ക് കഷ്ടവും നഷ്ടവും അന്യായവും അനീതിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളോട്ട് നോക്കി കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അവൻ നിന്റെ കൃപ തന്ന അതിന്റെ വേദനയെ പൊതിയും. ஒரு தேவனுடைய பிள்ளையானவன் பதில் செய்ய மாட்டான், எதிர்த்து பேச மாட்டான், பழிவாங்க மாட்டான் என்று அறிந்து கொண்டு அவனுக்கு அநேகமான தீமைகளை உபத்திரவங்களையும் யாராவது செய்வார்களானால் அவர் தேவனை நோக்கி தேவனே என்று கூப்பிடும் பொழுது தேவன் தன்னுடைய கிருபையை கொடுத்து அவர்களை பொதிந்து கொள்ளுவார். ഇങ്ങനെ വരുന്നതായ കൃപയെ ഇങ്ങനെ വരുന്നതായ കൃപ നമ്മളെ വേദന പോയിരുന്ന കൃപ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഒടുവിൽ നമ്മളൊരു വിലയേറിയ മുത്തായി മാറുകയാണ്. இப்படியாக வருகிறதான கிருபையானது நம்முடைய வேதனையை பொதிந்து பொதிந்து கடைசியிலே நம்மை விலையேற பெற்ற முத்தாய் மாற்றுகிறது. പ്രിയ ദൈവവൈതലേ, ക്രിസ്തുവിനെ പിൻപറ്റുന്നതിനാൽ നിനക്ക് കഷ്ടവും അപമാനവും വേദനയും നഷ്ടങ്ങളും വരുന്നുണ്ടോ? ശത്രുത്വം വർദ്ധിക്കുന്നുണ്ടോ? பிரியமானவர்களே, இயேசுவை பின்பற்றுகிறபடியினால் உங்களுக்கு சத்துருக்களும் உங்களை உபத்திரவப்படுத்துகிறவர்களும் பெருகுகிறார்களா? உங்களுக்கு வேதனையும் கஷ்டமும் வருகிறதா? കൃപാസനത്തിലേക്ക് വരുക, ക്രിസ്തു നിനക്ക് കൃപ തരും. ആ കൃപ നിന്നെ പൊതിഞ്ഞിട്ട് നിന്റെ ഓരോ വേദനയും ഓരോ മുത്തായി മാറും. நீ கிருபாசன தண்டையிலே கடந்து வா, கிறிஸ்து தன்னுடைய கிருபையினாலே உன்னுடைய வேதனையை பொதிந்து ஒவ்வொரு வேதனையும் உனக்கு മുത്തായി മാറും. ഒടുവിൽ നീ നിത്യത്തിലെത്തുമ്പോൾ നിന്നെ നിന്റെ വീട്ടിന്റെ പകഹാരൻ മാനിച്ച് നിന്റെ തലയിൽ കിരീടം വയ്ക്കുമ്പോൾ നീ സഹിച്ച ഓരോ വേദനയും ഒരു മുത്തായി ആ കിരീടത്തിൽ പ്രകാശിക്കും. கடைசியிலே நீ நித்தியத்திற்கு போகும் பொழுது நேசர் உன்னை வரவேற்று உன்னுடைய தலையிலே கிரீடம் வைக்கிறதான வேளையிலே
உன்னுடைய ஒவ்வொரு வேதனையும் ஒரு முத்தாய் மாறும். നമ്മളെ വിലയേറിയവരാക്കുവാൻ ദൈവം തന്റെ കൃപ തന്ന് പ്രവർത്തിക്കുകയാണ്. நம்மை விலையேற பெற்றவர்களாக மாற்றும்படியாக தேவன் தன்னுடைய கிருபையை தந்து கிரியை செய்கிறார். അയ്യോ, അപമാനിക്കുന്നവർ അവമാനിക്കുന്നവരെ ദൈവം കൊന്നുകളയുകയല്ല. அவமானப்படுத்துகிறவர்களை தேவன் கொன்று போடுவதில்லை. അയ്യോ, അന്യായം അനീതിയോട് ഇന്നാരും ചെയ്യുന്നു പറയുമ്പോൾ ദൈവം ഉടനെ തന്റെ ശിക്ഷാവിധി നടത്തുകയല്ല. ஐயோ இன்னார் அநியாயமும் அநீதியும் செய்கிறார்களே என்று சொல்லும் பொழுது தேவன் உடனே தண்டிப்பதில்லை. എല്ലാ നിന്ദയും അപമാനവും കുത്തും അനുഭവിക്കുന്നുള്ള പറയുമ്പോൾ നിന്നെ പൊക്കി എടുത്തുകൊണ്ട് പോയി എവിടെയും ഒരിടത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് ആരും കാണാത്തടത്ത് ഒളിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. எல்லாரும் இப்படியாக அநியாயமாக என்னை வேதனைப்படுத்துகிறார்களே என்று சொல்லும் பொழுது யாரும் இல்லாத இடத்திலே உன்னை தூக்கி கொண்டு போய் அவர் பாதுகாப்பதில்லை. ഇതെല്ലാം ഉണ്ടാകുന്ന അതേ സ്ഥലത്ത് അതേ വീട്ടിൽ അതേ മനുഷ്യരോടുകൂടെ പാർക്കുമ്പോൾ ദൈവത്തിന് കൃപ വന്ന് നിന്നെ വേദനയെ പൊതിഞ്ഞ് നിന്നെ വിലയേറിയവനാക്കി ദൈവം മാറ്റുകയാണ്. நீ இருக்கிறதான அதே இடத்தில் தானே அதே வீட்டில் தானே அதே மனிதர்களுக்கு மத்தியில் உன்னை கிருபையினால் பொதிந்து വിലയേറപ്പെട്ടവനായി മാറ്റുகிறாർ. അപ്പോൾ നീ നിത്യത്തിൽ ധരിക്കാൻ പോകുന്ന കിരീടത്തിന് എത്ര മുത്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു കൊള്ളണം. அப்படியானால் நித்தியத்திலே நீ தரிக்க போகிறதான கிரீடத்திற்கு எத்தனை முத்துக்கள் வேண்டும் என்று இப்பொழுதே தீர்மானி. അതിൽ എണ്ണമറ്റ മുത്തുക്കൾ വേണമെങ്കിൽ ഇവിടെ എണ്ണമറ്റ വേദനയിൽ കൂടെ പോകേണ്ടതായിട്ട് വരും. எண்ணமற்ற முத்துக்கள் வேண்டுமானால் இங்கே எண்ணமற்ற வேதனையின் பாதையிலே போக வேண்டும். എത്രത്തോളം വേദനയിൽ കടന്നു പോകുന്നുവോ, എത്രത്തോളം കൃപയാൽ നീ പുതിയപ്പെടുന്നുവോ, അത്രത്തോളം നിന്റെ മുത്തിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. எவ்வளவு வேதனையின் வழியாய் கடந்து போகிறாயோ, எவ்வளவு கிருபையினால் புதியப்படுகிறாயோ அந்த அளவிற்கு உன்னுடைய മുത്തുക്കളിനുடைய എണ്ണിക്കை പെരുകും. ഇതിന്റെ കാരണം ദൈവം നിന്നെ കൈവിട്ടതല്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാത്തതല്ല, നിന്നെ മറന്നു കളയുന്നതല്ല, പിന്നെയോ നിന്നെ സ്നേഹിക്കുന്നതിനാൽ നിന്നെ വിലയേറിയനും മാന്യനുമാക്കി തീർക്കുന്ന വഴിയാണിത്. இதற்கெல்லாம் காரணம் உன்னுடைய ஜெபத்தை தேவன் கேட்காதபடியினால் அல்ல, தேவன் உன்னை கவனிக்காதபடியினால் அல்ல, உன்னை விலையேறப்பட்டவனும் கணத்திற்குரியவனாய் മാറ്റുംപടിയാകവേ எப்படி செய்கிறார். അതുപോലെ ദൈവം പൊന്നുപോലെയും വെള്ളി പോലെയും നിന്നെ വിലയേറിയവൻ അതിനേക്കാൾ വിലയേറിയവനാക്കി തീർക്കും. இதை பொன்னை காட்டிலும் வெள்ளியை காட்டிலும் உன்னை விலையேறப்பட்டவனாய் மாற்றுவார். അതിനായിട്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? அதற்காய் தேவன் என்ன செய்கிறார்? വെള്ളിയും പൊന്നും ഒക്കെ അതൊരു നശ്വര വസ്തുക്കളാണെന്നുള്ളതായി വെളിപ്പാട് ആദ്യം ഹൃദയത്തിലധികം തരുകയാണ്. உலகத்திலே இருக்கிறதான பொன்னும் வெள்ளியும் அழிந்து போகிறதான ஒரு பொருள் என்கிறதான வெளிப்பாட்டை அவர் உனக்கு தருகிறார். ഈ വെളിപ്പാട് ലഭിക്കുന്നവർ ആഡംബര ജീവിതം നയിക്കുകയില്ല. இந்த வெளிப்பாட்டை பெற்றவர்கள் ஆடம்பர ஜீவிதம் செய்வதில்லை. മനുഷ്യൻ ജന്മന ലോക സ്നേഹമുള്ളവരാണ്. மனிதன் பிறப்பிலே உலக சிநேகமுடையவன். വിലയേറിയ വസ്ത്രം ധരിച്ച മറ്റു മുൻപാകെ ഡംബമായി നടക്കണമെന്നുള്ള വാഞ്ച, விலையேற பெற்றதான வஸ்திரத்தை அணிந்து மற்றவர்களுக்கு முன்பாக ஆடம்பரமாய் நடக்க வேண்டும் என்கிற ஆசை, പ്രകൃതിയുള്ള സൗന്ദര്യം പോരാൻ തോന്നിയിട്ട് സൗന്ദര്യവത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കുറെ കൂടെ സൗന്ദര്യം ഉള്ളവരാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു. இயற்கையான அழகு போதாது என்று நினைத்து செயற்கையாக தங்களுடைய அழகை பெருக்க முயற்சிக்கிறார்கள். ലഭിക്കുന്ന വിലയുള്ള ലോഹങ്ങളായ പൊന്നും വെള്ളിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാതിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഇട്ട് നടന്ന് തങ്ങളെ തന്നെ സമൂഹത്തിൽ മനുഷ്യന് മുമ്പാകെ ഞാൻ വളരെ മാനിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് ആക്കുവാൻ ശ്രമം നടത്തുകയാണ്. தன்னிடத்திலே இருக்கிறதான பொருளை வைத்து உலகத்திலே விலையேற பெற்றதான பொருளாகிய பொன்னையும் வெள்ளியையும் வாங்கி அதை காதிலும் கழுத்திலும் அணிந்து கொண்டு உலகத்தாருக்கு முன்பாக நான் கணத்திற்குரியவன் என்று காண்பிக்க முயற்சிக்கிறார்கள். എന്നാൽ നിനക്കൊരു ദൈവം ഒരു ഉള്ളിന് വെളിപ്പാട് തരുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല നിർബന്ധിച്ചിട്ടല്ല, ഇതെല്ലാം നശ്വര വസ്തുക്കളാണെന്നൊരു നിശ്ചയം എന്റെ ഉള്ളിലുണ്ടാവും. ஆனால் தேவன் இதை உன்னுடைய இதயத்திலே வெளிப்படுத்தும் பொழுது யாரும் சொல்லிக் கொடுத்தபடியினால் அல்ல, கட்டாயப்படுத்தினபடியினால் அல்ல, இவைகள் எல்லாம் அழிந்து போகிறவைகள் என்று நீ அறிந்து கொள்ளுவாய். കഷ്ടത വരുമ്പോൾ നീ വെള്ളിയും പൊന്നും ലോക ആഡംബരങ്ങളെല്ലാം വെറുക്കുവാൻ നിർബന്ധിതനാകും. கஷ்டம் வரும் பொழுது நீ உலகத்திலே இருக்கிறதான பொன்னையும் வெள்ளியையும் വെറുക്ക അത് ഒരു കാരണമാകും. പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ കുറിച്ച് സാക്ഷി കേൾക്കാനിടയായി. അവര് വളരെ സമ്പത്തുള്ള ഒരു സ്ത്രീയായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു സ്ത്രീയെ குறித்து இப்படியாக ஒரு சாட்சியை கேட்டேன். அவர்கள் சம்பத்து உள்ளதான ஒரு ஸ்திரீ. വീട്ടിൽ
ജീവിക്കുമ്പോ പോലും 80 പവന്റെ ആഭരണം ശരീരത്തിൽ കാണുമായിരുന്നു. வீட்டிலே ஜீவிக்கும் பொழுது கூட ശരീരത്തിലെ 80 പൗണ്ട് ആഭരണം இருக்கும். വാഹനമെടുത്ത് പുറത്ത് വർക്ക്ഷോപ്പിലും ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും അതിൽ കൂടുതൽ ആഭരണം ഇട്ട് പുറത്തു പോവുകയുള്ളൂ. அவர்கள் வாகனத்திலே பர்ச்சேஸ்க்கு ஏதாவது போகும் பொழுது மீண்டும் கூட அதிகமான அந்த ஆபரணத்தை அணிந்து கொண்டுதான் போவார்கள். അവരുടെ മകൻ അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്നു. அவருடைய ஒரு மகன் அமெரிக்காவிலே வேலை செய்தார். പണം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. பணம் மீண்டும் மீண்டும் வந்தது. കിട്ടുന്ന പണം വീണ്ടും ആഡംബരത്തിനായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. கிடைக்கிற பணத்தை மீண்டும் ஆடம்பரத்திற்காய் செலவழித்தார்கள். പെട്ടെന്നൊരു നാളിൽ ആ മകൻ അപകടത്തിൽ മരിച്ചു. சடுதியாக ஒரு நாள் அந்த மகன் விபத்திலே மரித்து போனார். അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെയായി. அதை ஏற்றுக்கொள்ள முடியவில்லை. അവർക്ക് അവർ രായും പകലും നിലവിളിക്കാൻ തുടങ്ങി. அந்த தாய் மகள் முறையிடத் தொடங்கினார்கள். ഉറക്കമില്ലാതെയായി. தூக்கமில்லை. ഒടുവിൽ മാനസിക രോഗിയായി. கடைசியிலே மெண்டல் டிசார்டர் ஆனது. ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്തയിലേക്ക് എത്തി. கடைசியிலே ஜீவியத்தை முடித்து விடலாம் என்று എന്റെ நினைத்தார்கள். മകനോ മരിച്ചു, ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട എന്നുള്ളതായ ചിന്തയിലേക്ക് വന്നു. என்னுடைய மகனோ மரித்து விட்டான், நானும் ஜீவிக்க விரும்பவில்லை என்று நினைத்தார்கள். അവർ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും യേശുവിനെ അറിഞ്ഞിരുന്നില്ല. அவர்கள் ஒரு கிறிஸ்தவ குடும்பத்திலே பிறந்தாலும் கூட இயேசுவை அறியவில்லை. ക്രൂശിനെ കുറിച്ച് ക്രൂശിലെ സ്നേഹവും അവരെ മനസ്സിലാക്കിയിരുന്നില്ല. சிலுவையை குறித்தும் சிலுவையினுடைய அன்பை குறித்தும் அவர்கள் அறியவில்லை. സുവിശേഷം കേട്ട യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞപ്പോൾ ഈ ഭാരങ്ങളെല്ലാം വിട്ടുപോയി. சுவிசேஷத்தை கேட்டு இயேசுவை அறிந்த பொழுது இந்த பாரமெல்லாம் விட்டு போனது. നശ്വര വസ്തുക്കളെല്ലാം ഈ ഭൂമിയിൽ മരണത്തോടെ അർത്ഥശൂന്യമാകുന്നു എന്ന് അവർക്ക് ബോധ്യമായി. அழிந்து போகிறதான இந்த பொருட்கள் எல்லாம் என்னுடைய மரணத்தோட கூட അർത്ഥമറ്റതാണ് പൊരുட்களாய் മാറും എന്ന് വിളങ്ങിനാர்கள். രക്ഷിക്കപ്പെട്ടു. ഈ മഞ്ഞലോഹങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചു. அவர்கள் ரட்சிக்கப்பட்டு மஞ்சள் கலர் உலோகம் எல்லாம் വേണ്ടാം എന്ന് வைத்தார்கள். സ്നാനമേറ്റു. സന്തോഷത്തോടെ ദൈവത്തെ പ്രത്യാശയോടെ ആരാധിക്കുന്ന ഒരു ഉത്തമ വിശ്വാസിയായിട്ട് മാറി. ஞானஸ்தானத்தை பெற்று தேவனை உத்தமமாக ஆராதிக்கிறதான ஒரு விசுவாசியானார்கள். കഷ്ടത വരുമ്പോഴാണ് ഈ ലോകത്തിലുള്ള വിലയുള്ളതായി കരുതി മുറുകെ പിടിക്കുന്നതൊന്നും ഏതുമില്ല എന്ന് ബോധ്യപ്പെടുന്നത്. கர்த்தர் வெளிப்படும் பொழுதுதான் நாம் இந்த உலகத்திலே விலையேற பெற்றதாக நினைத்து பற்றி கொண்டிருப்பவைகள் அனைத்தும் ஒன்றுமில்லாதவைகள் என்று விளங்குவோம். നമ്മെ വീണ്ടെടുക്കുവാൻ ക്രൂശിക്കപ്പെട്ട കർത്താവ് വിടുവാൻ ജീവൻ വെടിഞ്ഞ വിരൂപനായി തീർന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ ആ സ്നേഹം ഉള്ളിൽ വരുമ്പോൾ ലോകസ്നേഹം അലിഞ്ഞില്ലാതെയായിട്ട് തീരും. நம்மை மீட்கும்படியாக சிலுவையிலே அந்த கேடடைந்து தன்னுடைய ஜீவனை விட்டதான இயேசுவை நாம் அறியும் பொழுது ഇവകളെല്ലാം ഒന്നുമില്ലാமல் ആകും. മാത്രമല്ല അതുമുതൽ നാം ക്രിസ്തുവിന്റെ നാമത്തിനായി കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവരായിട്ട് തീരും. அது மாத்திரமல்ல, அது முதல் கிறிஸ்துவினுடைய நாமத்தின் நிமித்தம் നാം ഉപദ്രവങ്ങളെ സഹിക്ക ആയത്തപ്പെടുவோம். തട്ടാൻ പൊന്ന് തീരിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ഓരോ കഷ്ടം നമ്മളെ ശുദ്ധീകരിച്ച് വിലയേറിയവരാക്കി മാറ്റാൻ. தட்டான் பொன்னை தீயிலே இட்டு சுத்திகரிப்பது போல நம்முடைய ஒவ்வொரு உபத்திரவமும் நம்மை சுத்திகரித்து கொண்டே இருக்கும். നമ്മുടെ വിശ്വാസം പൊന്നിനേക്കാളും വിലയേറിയതായിട്ട് മാറും. நம்முடைய விசுவாசமானது பொன்னை காட்டிலும் വിലയേറിയതായി മാറും. അപ്പോൾ കർത്താവ് നമ്മളെ നോക്കി പറയും, ഞാൻ നിന്നെ വിലയേറിയനും മാന്യനുമായിട്ട് കണ്ടിരിക്കുന്നു. அப்பொழுது கர்த்தர் நம்மை பார்த்து சொல்லுவார், நான் உன்னை விலையேற பெற்றவனும் கடம் பொருந்தினவனுமாய் കണ്ടിരിக்கிறேன். നമ്മെ വിലയേറിയതാക്കുവാൻ കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. நம்மை விலையேற பெற்றவர்களாய் மாற்றும்படியாக கர்த்தர் அநேக காரியங்களை செய்கிறார். இன்னொரு காரியத்தை கூட சொல்லுகிறேன். നമ്മെ വിലയേറിയവരായി കണ്ടിരിക്കുന്നതിന്റെ ഒരു തെളിവ് ഹോശേയ പ്രവചനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ஓசேயா 2:19 நம்மை விலையேற பெற்றவர்களாக கண்டதற்குரிய வேறொரு காரணம் சொல்லப்படுகிறது. நித்திய விவாகத்துக்கென்று உன்னை எனக்கு நியமித்துக் கொள்ளுவேன். நீதியும் நியாயமும் கிருபையும் உருக்க இறக்கவுமாய் உன்னை எனக்கு നിയമിத்துக் കൊള്ളുവേൻ. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിക്കും. நான் உன்னை நித்திய விவாகத்திற்கென்று நியமித்துக் கொள்ளுவேன். ഒരു പക്ഷെ നിങ്ങൾ വിവാഹിതരായിരുന്നേക്കാം. நீங்கள் ஒருவேளை விவாகம் செய்தவர்களாக இருக்கலாம். നിങ്ങൾക്ക് നടന്ന വിവാഹം സദാകാല വിവാഹമല്ല. ஆனால் உங்களுக்கு நடந்ததான விவாகம் சாதாரண விவாகம் அல்ல. സദാകാല നിത്യ വിവാഹമല്ല. அது சாதாரண விவாகம், நித்திய விவாகம் அல்ல. അല്ല, അത് ഏതാനും വർഷങ്ങൾക്ക് വേണ്ടി മാത്രം. அது சில வருடங்களுக்கு மாத்திரம். എന്നാൽ ദൈവം നിങ്ങളെ ക്രിസ്തുവുമായി സദാകാല വിവാഹത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. ஆனால் கிறிஸ்து உங்களை சதா காலமும்
இப்படியாக நிச்சயித்திருக்கிறார். ഇത് ആ വിവാഹത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. விவாகத்திற்காக நிச்சயித்திருக்கிறார். ഇതിനർത്ഥം പിതാവായ ദൈവം തനിക്കുള്ളതെല്ലാം പുത്രന് കൊടുത്തു. இதனுடைய அர்த்தம் பிதாவாகிய தேவன் தனக்குரிய அனைத்தையும் குமாரனுக்கு கொடுத்தார். എന്നാൽ ആ പുത്രൻ ആ ക്രിസ്തു തനിക്കുള്ളതെല്ലാം തന്റെ പങ്കാളിയായ വിശുദ്ധന്മാർക്ക് കൊടുക്കുകയാണ്. குமாரன் தனக்குரிய அனைத்தையும் அதற்கு தனக்கு பங்குள்ளதான பரிசுத்தவான்களுக்கு கொடுக்கிறார். ശ്രദ്ധിക്കണമേ, ക്രിസ്തുവുമായി വിവാഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുള്ള സകലത്തിനും തുല്യ പങ്കാളിയായി തീരുന്ന ഒരു വിശേഷിക്കപ്പെട്ട അനുഭവമാണ്. கிறிஸ்துவோட கூட விவாகம் என்று சொன்னால் கிறிஸ்துவிற்கு என்னவெல்லாம் இருக்கிறதோ அதற்கு சமமான உரிமை உடையவர்களாக மாறுகிறதான ஒரு காரியம். സദാകാല വിവാഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ഒരിക്കലും അവസാനിക്കാതെ യുഗായുഗം കോടി കോടി വർഷങ്ങൾ ആ ജീവിക്കുന്ന സൗഭാഗ്യ ജീവിതമാണ്. நித்திய விவாகம் என்று சொன்னால் கிறிஸ்துவோட கூட காலாகாலமாய் கோடி கோடி வருடங்களாக அவரோட கூட இணைந்து இருக்கிறதான ஒரு காரியம். ഭൂമിയിലെ നടന്ന അല്പകാല വിവാഹത്തിലെ ജീവിത പങ്കാളി ഒരുപക്ഷെ മരിച്ചു പോയിരിക്കാം. பூமியிலே ஏற்பட்டதான விவாகத்திலே ஒருவேளை விவாகத்திலே துணையாக வந்தவர் மரித்து போனதாக இருக்கலாம். നിങ്ങൾ ദുഃഖിക്കേണ്ട, ആശ്വസിച്ചു കൊള്ളുക. நீங்கள் துக்கப்பட வேண்டாம், ஆறுதல் அடையுங்கள். അല്ല, ഒരുപക്ഷെ ജീവിത പങ്കാളി നിങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കാം. ஒருவேளை ஜீவித பங்காளி உங்களை கைவிட்டு விட்டு போயிருக்கலாம். നിങ്ങൾ അതിനാൽ ഭാരപ്പെടേണ്ട. நீ பாரப்பட வேண்டாம். ഇനി ഒരുപക്ഷെ ഒരു പ്രായമെല്ലാം കഴിഞ്ഞ് വിവാഹം നടന്നില്ലല്ലോ എന്ന വ്യാകുലമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരിയായിരുന്നേക്കാം. ஒருவேளை விவாக வயது கடந்து விட்டதே என்று நினைத்து நடக்கிறதான ஒரு வாலிபனோ வாலிப பெண்ணாகவோ நீ இருக்கலாம். നിങ്ങൾ കലങ്ങേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നീ വിലയേറിയവനും മാന്യനുമായി ദൈവം നിന്നെ എണ്ണിയിരിക്കുകയാണ്. நீ கலங்க வேண்டாம், தேவன் உன்னை விலையேற பெற்றவனும் കണത്തിற்குரியവനുമായി എണ്ണിയിരിக்கிறார். കുഞ്ഞാണ്ടാകുന്ന ക്രിസ്തുവിന്റെ ഒരു സദാകാല മണവാട്ടിയായി നിത്യതയിൽ കാണപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളുക. நீ நித்தியத்திலே ஆட்டுக்குட்டியானவருக்கு மணவாட்டியாக காணப்படும்படியாக ஆயத்தப்பட்டுக்கொள். നീ അതിനായി രക്ഷിക്കപ്പെടണം, அதற்காக ரட்சிக்கப்பட வேண்டும், സ്നാനമേൽക്കണം, ஞானஸ்நானம் பெற வேண்டும், പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, பரிசுத்தாவி பெற வேண்டும், വേർപാട് ജീവിതം അനുഷ്ഠിക്കണം, வேறுபாட்டின் ஜீவித்தை கடைபிடிக்க வேண்டும், ഉപദേശപ്രകാരമുള്ള ആത്മീയ വളർച്ച ഉണ്ടാകണം, அப்போஸ்தலீக உபதேசத்தின்படியான ஆவிக்குரிய வளர்ச்சி அடைய வேண்டும், ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഒരു തികവിലേക്ക് പടിപടിയായി ചെന്നെത്തണം, கிறிஸ்துவினுடைய சுபாவத்தினுடைய பூரணத்திற்கு படிப்படியாய் வர வேண்டும். അവൻ നമ്മളെ വിലയേറിയ മാന്യനുമായി എണ്ണിയിരിക്കുന്നതിന്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് സദാകാല മണവാട്ടിയായി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. நித்திய விவாகத்திற்காக நம்மை மணவாட்டியாக தெரிந்தெடுத்திருப்பதுதான் அவர் நம்மை கணத்திற்குரியவர்களும் വിലയേற പെറ്റതുமாக കണ്ടതിന് ഒരു കാരണം. അവന്റെ ക്രിസ്തുവിൻ നാം ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞാടിന് കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. இப்படியாக வாசிக்கிறோம், ஆட்டுக்குட்டியான அவருடைய கல்யாணம் வந்தது, மனைவி தன்னைத்தான் ஆயத்தம் பண்ணினாள். ഒരു കാര്യം കൂടെ പറയട്ടെ, യേശു ഒരിക്കൽ ലോകത്തിൽ വന്നത് നമ്മളെ തന്നെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുവാൻ. ஒரு காரியத்தை சொல்லுகிறேன், இயேசு ஒருமுறை உலகத்திற்கு வந்தது தன்னுடைய ரத்தத்தை கொடுத்து நம்மை ரட்சிக்கும்படியாய். അവൻ മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയത് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ. அவர் மரித்து அடக்கம் பண்ணப்பட்டு பரலோகத்திற்கு போனது நமக்கு பரிசுத்தாவியை தரும்படி. ഇനി വരാൻ പോകുന്നത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരായി പൂർണ്ണപ്പെട്ടവരായി അവന്റെ സദാകാല മണവാട്ടിയായി തീരുവാൻ കാത്തൊരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ വരാൻ പോകുകയാണ്. ஆனால் இனி அவர் வரப்போவது பரிசுத்தமாக்கப்பட்டவர்களுக்காக, பரிசுத்தமாக ஜீவிப்பவர்களுக்காக, தன்னுடைய பூரணத்தை அடைந்தவர்களை நித்திய விவாகத்திற்கென்று சேர்க்கும்படியாய் வரப்போகிறார். നമ്മുടെ വിലയേറിയവരും മാന്യരുമായി തീർത്തിരിക്കുന്നതിന്റെ വേറൊരു അടയാളമാണ് അവൻ നമുക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നു എന്നത്. நம்மை விலையேற பெற்றவர்களும் கணம் பொருந்தினவர்களுமாக அவர் கண்டதினுடைய வேறொரு காரணம், நமக்காக ஒரு பட்டணத்தை ஆயத்தம் பண்ணுகிறார். 11 അധ്യായത്തിൽ പഴയ മനുഷ്യൻ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരൊക്കെ കാത്തിരുന്നു ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കിട്ടുമെന്ന്. மத்தேயு 11 அதிகாரத்தில் இப்படியாக நாம் பார்க்கிறோம், பழைய ஏற்பாட்டு பரிசுத்தவான்களாகிய ஆபிரகாம், ஈசாக்கு, யாக்கோபு என்பவர்கள் தேவன் தாமே கட்டினதும் கைவேலையும் இல்லாத அந்த நிச்சயமான வீடு தங்களுக்கு கிடைக்கும் என்று நினைத்துக் கொண்டிருந்தார்கள். അവരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ നിലവാരത്തിലേക്ക് അവർ എത്തിച്ചേർന്നില്ല. ஆனால் அவர்களை குறித்து
தேவன் நினைக்கிற நிலைமையிலே அவர்கள் வந்து சேரவில்லை. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാർപ്പതക്കം ഒന്നൊന്നും ഉണ്ടായിരുന്നു. ஒன்று கூட விவரித்து சொன்னால் பழைய ஏற்பாட்டு காலத்திலே மகா பிரதான ஆசாரியனுக்கு மார்பிலே ஒரு மார்பதக்கம் இருந்தது. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് 12 രത്നങ്ങൾ പൊന്നിൽ പതിച്ച് മാർബിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. அதை 12 கோத்திரங்களையும் குறிக்கும்படியாக 12 கற்கள் பொன்னினாலே பதிக்கப்பட்டு மார்பிலே அணிந்து அதையும் சுமந்து கொண்டு நடந்தார். മാണിക്യം, മരതകം, വൈഡൂര്യം, സുഗന്ധവണ്ണ ഇങ്ങനെ 12 വിധ രത്നങ്ങളാണ് 12 ഗോത്രങ്ങളുടെ നിഴലായിട്ട് അവന്റെ നെഞ്ചത്ത് വഹിക്കുന്നത്. மாணிக்கம், மரகதம், வைடூரியம் என்று இப்படியாக 12 விதமான கற்கள் 12 விதமான கோத்திரத்தை குறிப்பதாக அவனுடைய மார்பிலே சுமந்து நடந்தான். അവർ അബ്രഹാമിന്റെ സന്തതികളായിരുന്നു. அவர்கள் ஆபிரகாமின் சந்ததி. അബ്രഹാം ഒരു വലിയ കരിയായിരുന്നു. ആ കനിയിൽ നിന്നാണ് അവന്റെ സന്തതിയെ വെട്ടിയെടുത്തത്. அந்த ஆபிரகாம் ஒரு குழியாக இருந்தார். அந்த குழியில் இருந்துதான் இந்த சந்ததியை வெட்டி எடுத்தார். അഥവാ 12 ഗോത്രങ്ങളും കണ്ടത് ഓരോ ഗോത്രവും ഒരു വലിയേറിയ രത്നക്കല്ലായിട്ടാണ് കണ്ടത്. அதாவது 12 கோத்திரங்களையும் ஒவ்வொன்றையும் ஒரு விலையேற பெற்ற ரத்தின கல்லாய் கண்டார். പക്ഷെ ആ നിലവാരം ദൈവം അവരെ കണ്ടെങ്കിലും അവർക്ക് ആ നിലവാരത്തിലേക്ക് വളരാൻ കഴിഞ്ഞില്ല. தேவன் அவர்களை அந்த நிலைமையிலே கண்டாலும் கூட தேவன் நினைத்ததான நிலைமையிலே அவர்களால் வளர முடியவில்லை. എന്നാൽ ഇതാ ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവം ഇക്കാലത്ത് നിങ്ങൾക്ക് എനിക്കും തന്നിരിക്കുകയാണ്. ஆனால் தேவனோ இந்த காலத்திலே அதை காட்டிலும் மேன்மையான ஒரு நிலைமையை எனக்கும் உங்களுக்கும் தந்திருக்கிறார். ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാന നഗരം അവൻ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. தேவன் தாமே கட்டினதும் அஸ்திவாரம் உள்ளதுமான ஒரு நகரத்தை நமக்காக கட்டி கொண்டிருக்கிறார். വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നാം വിശദമായി വായിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന നഗരം എങ്ങനെയാണ് പണിതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. வெளிப்படுத்தின விசேஷம் 21-ஆம் அதிகாரத்தை வாசிக்கும் பொழுது நம்மை கொண்டு போக போகிறான நகரம் எப்படிப்பட்டது, எதனால் கட்டப்பட்டிருக்கிறது என்று நாம் தெளிவாய் பார்க்க முடியும். നമ്മളെ എത്രയോ വിലയേറിയവരായി മാന്യരായി കണ്ടിരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ നഗരത്തിന്റെ പണി തന്നെ. நம்மை விலையேற பெற்றவர்களும் கணத்திற்குரியதுமாய் கண்டதனுடைய வேறொரு காரணம்தான் அந்த நகரம் எதனால் எப்படி கட்டப்பட்டிருக்கிறது என்பது. അത് മൊത്തത്തിൽ കണ്ടാൽ ഏറ്റവും വിലയേറിയ രക്തമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലുള്ള തേജസ്സാണ് ആ നഗരത്തിനുള്ളത്. அது படிகை பச்சையான சூரியகாந்தத்தை போல அது இருக்கும். അതിന്റെ മതിലിന് പോലും പണിതിരിക്കുന്നത് സൂര്യകാന്തം കൊണ്ടാണ്. அதனுடைய மதில்கள் கூட சூரியகாந்தத்தால் கட்டப்பட்டிருக்கிறது. 12 വിധ രത്നങ്ങൾ കൊണ്ടാണ് നഗരം പണിതിരിക്കുന്നത്. 12 வித ரத்தினங்களினால் பட்டணம் கட்டப்பட்டிருக்கிறது. അതിന്റെ വീതി പോലും സ്ഫടിക സ്വച്ഛതയുള്ള തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. அதனுடைய தெருக்கள் வீதிகள் கூட சுத்த தங்கத்தினால் ഉണ്ടാക്കപ്പെട്ടിരിக்கிறது. ആ നഗരത്തിൽ അവിടെ ജീവജല നദിയെ കാണാൻ കഴിയുന്നു. அந்த நகரத்திலே ജീവജല നദിയെ കാണலாம். നദിയുടെ ഇടവും ഇരുവശവും ജീവവൃക്ഷങ്ങൾ ഫലം കായ്ച്ചു നിൽക്കുകയാണ്. அந்த நதியினுடைய இரு கரைகளிலும் ஜீவ விருட்சம் காய்த்து கொண்டிருக்கிறது. 12 വീതം ഫലം മാസം തോറും പുതിയ ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 12 விதமான கனிகளை மாதந்தோறும் புது புது கனியை கொடுக்கும். ആ നഗരം മുഴുവൻ പ്രകാശിക്കുന്നത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. அந்த நகரம் முழுவதும் பிரகாசிப்பது ക്രിസ്തുവിനുடைய മഹിമയിനാൽ. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഒന്ന് പോകാനും സ്വന്തമായി കിട്ടാനും ആഗ്രഹം ഉണ്ടാകുന്ന കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തീർച്ചയായും നമ്മളെ വലിയൊരു മാന്യരുമായി കണ്ടത് കർത്താവ് അവിടെ കൊണ്ടുപോകാൻ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. மெய்யாகவே நம்மை விலையேற பெற்றவர்களும் கணத்திற்குரியவர்களுமாக கண்டதான தேவன் നമ്മെ അങ്ങേ കൊണ്ടുപോகிறதான നേരം മികവും സമീപിച്ചിരിക്കുന്നു. പുതിയ സിയോനുമാക്കി അവൻ അവിടെ കൊണ്ടുപോയി മാനിപ്പാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മെ പുതിയ യെരൂശലേമും സിയോനുமாக மாற்றி നമ്മെ അങ്ങേ കൊണ്ടുപോയി கனப்படுத்த தீர்மானித்திருக்கிறார். യേശു വേഗം വരും. യേശു சீக்கிரம் வருவார். കാഹളങ്ങൾ മുഴങ്ങും. காகலம் முழங்கும். ഭൂമിയിൽ നിന്ന് വിശുദ്ധന്മാർ എടുക്കപ്പെടും. பூமியில் இருந்து பரிசுத்தவான்கள் எடுக்கப்படுவார். സ്വർഗീയ നഗരത്തിൽ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നാം എന്നേക്കും വസിപ്പാൻ പോകുകയാണ്. அந்த சொர்க்கிய நகரத்திலே இயேசுவோடும் பரிசுத்தவான்களோடும் என்றென்றும் வசிக்க போகிறோம். ഇതാ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിലയേറിയ മാന്യനുമായിട്ട് കണ്ടിരിക്കുന്നു. இதோ கர்த்தர் சொல்லுகிறார், நான் உன்னை விலையேற பெற்றவனும்
கணத்திற்குரியவனுமாய் கண்டிருக்கிறேன். இனிமேலால் நீ നമ്മളെ കുറിച്ച് ചെറുതായി ചിന്തിക്കേണ്ടതില്ല. நாம் நம்மை குறித்து சிறிதாய் சிந்திக்க வேண்டாம். നിന്റെ നിറമോ, നിന്റെ സൗന്ദര്യമോ, നിന്റെ പൊക്കമോ, നിന്റെ പേഴ്സണാലിറ്റിയോ, വിദ്യാഭ്യാസമോ, കുടുംബമഹിമയോ ഇതൊന്നും വിഷയമല്ല. உன்னுடைய நிறமோ, கலரோ, உன்னுடைய உயரமோ அல்லது உன்னுடைய குடும்ப மேன்மையோ ஒன்றுமே ஒரு பொருட்டல்ல. എത്ര ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതായാലും നീ വിഷയമാക്കണ്ട. தரித்திர குடும்பத்திலே பிறந்திருப்பாயானால் அதுவும் ஒரு விஷயம் அல்ல. ലോകത്തിനെ സ്നേഹിപ്പാനും മാനിപ്പാനും ആരുമില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. உன்னை நேசிக்கவோ கணம் பண்ணவோ யாரும் இல்லை என்று நினைத்து நீ பாரப்பட வேண்டாம். കർത്താവ് നിന്നെ വിലയേറിയവനായി വിലയേറിയവളായി കണ്ടിരിക്കുന്നു. கர்த்தர் உன்னை கணத்திற்குரியவளாய் கண்டிருக்கிறார். അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ ആ പുണ്യ രക്തം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. அவர் நம்மை நேசித்து தன்னுடைய புண்ணிய ரத்தத்தை தந்தார். പരിശുദ്ധാത്മാവിനാൽ നിറച്ചിട്ട് ഒരു വാക്ക് തന്നിരിക്കുകയാണ്, ഞാൻ വരുമ്പോൾ നിന്നെ എന്റെ കാന്തയായി മണവാട്ടിയായി ചേർത്തുകൊള്ളാം. பரிசுத்தாவினுடைய அபிஷேகத்தை கொடுத்து ஒரு வாக்குத்தத்தம் பண்ணியிருக்கிறார். நான் வெளிப்படும் பொழுது நான் உன்னை என்னுடைய மணவாட்டியாய் சேர்த்துக் கொள்வேன். വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ വെളിപ്പെടുവാൻ സമയമായി. வாக்கு சொன்னால் മാറാதவர் வெளிப்பட நேரமாகிவிட்டது. മറ്റു മാധ്യമങ്ങൾ വഴിയായി ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വേഗം യേശു വരുമെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. ஊடகங்களிலே வெளிப்படுகிறதான செய்திகள் எல்லாம் இயேசு சீக்கிரம் வருவார் என்று நமக்கு வெளிப்படுத்துகிறது. ഭൂകമ്പം ഉണ്ടായി കേൾക്കുമ്പോൾ, സുനാമി വരുന്നത് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട, പ്രത്യാശ വർദ്ധിക്കട്ടെ. பூகம்பம் வருகிறது, சுனாமி வருகிறது என்று கேள்விப்படும் பொழுது பயப்பட வேண்டாம், நம்பிக்கை பெருகட்டும். കടലിലോ തിരമാലകളിലോ ഓളങ്ങൾ നിമിത്തം മനുഷ്യ പരിഭ്രാന്തരാകാം, നീ പരിഭ്രമിക്കണ്ട. നിന്റെ പ്രത്യാശ വർദ്ധിക്കണം, എന്റെ യേശു വരാറായി. கடலினுடைய அலைகள் திரைகளின் மூலமாக மனிதர்கள் கலக்கமடையும் பொழுது நீ கலக்கமடைய வேண்டாம், நீ உன்னுடைய நம்பிக்கை பெருக வேண்டும். என்னுடைய இயேசு வரப்போகிறார். ജാതിയോട് രാജ്യത്തോട് എതിർക്കുമ്പോൾ, അടുത്തൊരു മൂന്നാം ലോക മഹായുദ്ധത്തിനായി രാജ്യങ്ങൾ കോപ്പുകൂട്ടുമ്പോൾ നീ എന്തിനു പറയണം? നിന്റെ ഉള്ളം പിടച്ചു വസിക്കട്ടെ, എന്റെ യേശു വരാറായല്ലോ. ஜாதியோடும் ராஜ்யத்தோடும் போராடும் பொழுது, குண்டுகள் எல்லாம் வெடிக்க தயாராகும் பொழுது நீ ஏன் பீதி அடைய வேண்டும்? என்னுடைய இயேசு வரப்போகிறார். യേശു മണവാളനായി വരാറായി. என்னுடைய இயேசு மணவாளனாய் வரப்போகிறார். സദാകാല മണവാട്ടിയായി നിയമിച്ചിരിക്കുന്നു. நித்திய மணவாட்டியாய் நியமித்திருக்கிறார். ഞാൻ അവനെ മണവാട്ടിയായി എന്നേക്കും സ്വർഗീയ നഗരമായി സിയോനിലും യെരുശലേമിലും പാർക്കുവാൻ പോകുകയാണ്. நான் பரலோக மணவாட்டியாக நித்தியமாக எருசலேமிலும் சியோனிலும் வசிக்க போகிறேன். എത്ര പേര് ഇതിൽ സന്തോഷമുണ്ടാകും? எத்தனை பேருக்கு சந்தோஷம் உண்டு? എത്ര പേര് ഈ നഗരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു? எத்தனை பேர் நகரத்திற்கு போக എത്ര விரும்புகிறீர்கள்? പേര് അവനെ മണവാട്ടി തീരാൻ ആഗ്രഹിക്കുന്നു? எத்தனை பேர் மணவாட்டியாய் மாற வாஞ்சிக்கிறீர்கள்? രാത്രി ഒരു തീരുമാനമെടുത്താട്ടെ. இந்த ராத்திரியில தீர்மானம் எடுங்க. ഒരു നിമിഷം തലകളെ വണക്കുക. ஒரு நிமிடம் தலைகளை வணக்குங்கள். എനിക്ക് സ്ഥാനത്തിരുന്നു കൊണ്ട് കർത്താവ് നിന്നെ സ്നേഹിച്ചതിനെ ധ്യാനിച്ചു നോക്കിയാട്ടെ. கர்த்தர் உன்னை நேசித்ததை நினைத்து பார். നീ ഇനി പാപത്തെ സ്നേഹിക്കാതെ, நீ இனி பாவத்தை நேசியாதே, ലോകസ്നേഹിയായി ജീവിക്കാതെ, உலகத்தை நேசிக்கிறவனாய் ஜீவிக்காமல், വസ്തുക്കളുടെ പിന്നാലെ പോകാതെ, அழுகிற பொருட்களின் முன்னால் போகாமல், ദൈവം നിന്നെ പൊന്നിനേക്കാളും വെള്ളിയേക്കാളും രത്നങ്ങളെക്കാളും വിലയേറുമായി എണ്ണിയിരിക്കുമ്പോൾ ഇനിമേൽ എന്റെ യേശു മതി എന്ന് പറഞ്ഞാട്ടെ. தேவன் உன்னை பொன்னை காட்டிலும் வெள்ளை காட்டிலும் ரத்தினத்தை காட்டிலும் விலையேறப்பட்டவனாய் எண்ணிருக்கிறபடியினால் எனக்கு என்னுடைய இயேசு போதும் என்று ലോകവിനെ വെറുത്താലും പകച്ചാലും ലോകക്കാരും മുഴുവനെതിരായാലും എനിക്ക് എന്റെ യേശു ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. உலகம் என்னை வெறுத்தாலும் பகைத்தாலும் உலகம் முழுவதும் எனக்கு எதிராய் மாறினாலும் என்னை நேசிக்கிற ஒரு இயேசு உண்டு என்று சொல். മറ്റുള്ളവർ എങ്ങനെ ചിന്തിച്ചാലും ഞാൻ എന്റെ ജീവകാലം അവനാ ജീവിക്കും. உலகத்தார் எப்படி நினைத்தாலும் நான் ஜீவகாலமெல்லாம் அவருக்காய் ஜீவிப்பேன். അവന്റെ കൽപ്പനയായ സ്നാനമേൽക്കും. அவருடைய கற்பனையாகிய ஞானஸ்நானம் പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. பரிசுத்தாவினால் நிறையப்படுவேன். ആത്മീയ ജീവിതത്തിൽ ഉപദേശം കേട്ട് ഞാൻ വളരും. ஆவிக்குரிய ஜீவியத்திலே உபதேசத்தை கேட்டு வளரும். യേശുക്കാകളോട് വരുമ്പോൾ ഞാൻ പറന്നുപോയി അവനോടുള്ള നയിക്കും, നിത്യതയിൽ വസിക്കും. எக்காலம் துணிக்கும் பொழுது என்னுடைய இயேசு பறந்து வரும் பொழுது நான் அவரோட கூட பறந்து போய் நித்திய காலம் வசிப்பேன். ഇതുവരെ യേശുവിനായി ഹൃദയം കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഹൃദയം യേശുവിനായി കൊടുക്കുക. இருதயத்தை இயேசுவிற்காக கொடுக்காததான ஒரு ஆள் கூட இங்கே இருப்பீர்களானால் இப்பொழுதே உங்களுடைய இருதயத்தை
இயேசுவிற்காய் கொடுங்கள். ദൈവമായിരിക്കെ ദൈവത്തെപ്പെട്ട മനുഷ്യനായി വന്ന നിങ്ങളും എനിക്കും മാതൃകയായി യേശു യോർദാൻ നദിയിൽ ഇറങ്ങി യോഹന്നാനാൽ സ്നാനമേറ്റെങ്കിൽ സ്നാനമേൽക്കുവാൻ നീ ഇനി മടിക്കരുത്. தேவனாய் இருந்ததான தேவன் உங்களையும் என்னையும் நேசித்து மனிதராக பூமிக்கு வந்து யோவான் ஸ்நானனுடைய கரத்திலே ஞானஸ்தானம் பெற்றார் என்றால் நீங்களும் கூட ஞானஸ்தானத்தை பெற சோம்பல் காண்பிக்க வேண்டாம். നിശ്ചയം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആവലുമുണ്ട്. കാത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് എത്ര വേഗം അഭിഷേകത്താൽ നിറയപ്പെട്ടു കൊടുക്കുക. நீங்கள் அதிசீக்கிரமாக பரிசுத்தாவினுடைய அபிஷேகத்திற்காக காத்திருந்து அதை பெற்று அபிஷேகத்தினால் நிறைந்து கொள்ளுங்கள். ഒരു സദാകാല മണവാട്ടിയായി നിന്നെ ഒരുക്കുവാൻ പര്യാപ്തമായ ഉപദേശം ലഭിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഐക്യപ്പെട്ട് ഉപദേശപ്രകാരം ജീവിച്ച് വരവിനായി ഒരുങ്ങിക്കൊള്ളുക. நித்திய மணவாட்டியாக உன்னை மாற்றக்கூடியதான நல்ல உபதேசத்தை நீ கேட்டு அதிலே வளர்ந்து ஒரு மணவாட்டியாய் மாறிக்கொள். ക്രിസ്തുവിനെ മണവാട്ടിയായി തീർന്ന് യെരൂശലേമും സിയോനുമായി കാണപ്പെടുവാൻ സന്തോഷമുള്ള ദൈവമക്കൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. கிறிஸ்துவினுடைய மணவாட்டியாக மாறி சியோனும் எருசலேமுமாக மாற விரும்புகிறதான தேவனுடைய பிள்ளைகள் தயவாய் எழும்பி நில்லுங்கள். നമുക്ക് ദൈവ സ്നേഹത്താൽ നിറയപ്പെടാം. தேவனுடைய அன்பினால் நிறையப்படுவோம். നമ്മൾ ദൈവം സ്നേഹിച്ച സ്നേഹം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാം മറന്ന് സന്തോഷിക്കാം. தேவன் நம்மை நேசித்ததான நேசத்தை நாம் நினைத்து பார்த்தால் நாம் எல்லாவற்றையும் மறந்து தேவனுக்குள்ளாக மகிழ்ந்து களிகூறலாம். ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം സമയം തൃപ്തിയായില്ല. ഇപ്പോൾ അല്പസമയം കൂടെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആനന്ദിക്കാം. நாம் இந்த கூட்டத்தினுடைய ஆரம்பத்திலே பரிசுத்தாவியினால் கொஞ்ச நேரம் நிறைந்தாலும் கூட அது திருப்தியாகவில்லை. ஆகவே நாம் இனி கொஞ்ச நேரம் கூட பரிசுத்தாவியினால் நிறைந்து மகிழ்ந்து களிகூறுவோம். കാഹളം ധ്വനിക്കാറായി. எக்காலம் கேட்கப்படும். യേശു വിശുദ്ധ ദൂതന്മാരാകുമ്പോഴോടെ ആകാശമേഘങ്ങൾ വെളിപ്പെടാറായി. இயேசு பரிசுத்த தூதர்களின் கணத்தோടെ கூட ஆகாய மீதிலே வெளிப்பட போகிறார். അവന്റെ നിത്യമണവാട്ടിയായി നിയമിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ പ്രാക്കളെ പോലെ പറന്നു വരാൻ സമയമായി. நித்திய மணவாட்டியாக அவருக்காக பரிசுத்தாவியை பெற்று காத்திருக்கிறதான பரிசுத்தவான்கள் புறாவை போல பறப்பார்கள். അതെ, അവൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമായ യെരൂശലേം സിയോനിലേക്ക് നാം എത്തിച്ചേരാറായി. அவர் தாமே கட்டினதான அஸ்திபாரம் உள்ளதான സിയോണിലും യെരുസലേമിലും നാം പോയി ചേരുவோம். സ്തോത്രം. നമ്മുടെ ഹെവൻലി സിറ്റി എന്ന പേരിൽ ഒരു പഴയ ഒരു തമിഴ് പാട്ടുണ്ട്. പാട്ടുപുസ്തകത്തിൽ 64ാമത്തെ പാട്ടാണ്. അത് നമുക്ക് ஹெவன்லி சிட்டி என்கிறதான தலைப்பிலே தமிழ் புஸ்தகத்திலே ஒரு பாடல் உண்டு. 64வது பாடல். നാം എല്ലാവരും നാടുകിன்ற പട്ടണമത് നാം நமது நாதனே சுவித்திருக்கும் பட்டணமது நமது எல்லாரும் பாடியாங்க. எல்லாரும் சேர்ந்து பாடுங்க. பட்டணத்தில் வீதியெல்லாம் சுத்தம் பண்ணாமே, பட்டணத்தில் வீதி சுத்தம் பண்ணாமே, அங்கே பாடுவோரும் ஆடுவோரும் கொடா கொடியே, அங்கே பாடுவோரும் ஆடுவோரும் கொடா கொடியே, முத்துமயம் பட்டணமது முத்துமயம் பட்டணமது, நமது முன்னோர் பலர் போயிருக்கும் பட்டணமது, நமது முன்னோர் பலர் போயிருக்கும் பட்டணமது, ஜீவநதி ஓடுகின்ற பட்டணமது, ஜீவநதி ஓடுகின்ற பட்டணமது, வெகு சித்திரமுடன் விளங்கும் பட்டணமது, வெகு சித்திரமுடன் விளங்கும் பட்டணமது, சாவுதுக்கமே இல்லாத பட்டணமது, சாவுதுக்கமே இல்லாத பட்டணமது, நிதம் சங்கீதங்கள் தான் முழங்கும் பட்டணமது, நிதம் சங்கீதங்கள் தான் முழங்கும் பட்டணமது, எண்ணிறந்த தூதர் போற்றும் பட்டணமது, எண்ணிறந்த தூதர் போற்றும் பட்டணமது, அங்கே ஓயாமல் கீதம் பாடும் பட்டணமது, அங்கே ஓயாமல் கீதம் பாடும் பட்டணமது, பட்டணத்தில் வீதியெல்லாம் சுத்தமே பட்டணத்தில் அங்கே பாடுவோரும் ஆடுவோரும் கொடா கொடியே, அங்கே பாடுவோரும் ஆடுவோரும் கொடா கொடியே, பட்டணத்தில் வீதியெல்லாம்
വരാറായി. യേശു വരപ്പോகிறார். എക്കാലം ധ്വനിക്കപ്പോകും. കൊടാകോടിയെ അங்கே പാടുവോരും ആടുവോരും കൊടാകോടിയെ പട്ടണത്തിൽ വീതിയെല്ലാം സുത്തപ്പനാമേ പട്ടണത്തിൽ വീതിയെല്ലാം സുത്തപ്പനാമേ അங்கே പാടുവോരും ആടുവോരും കൊടാകോടിയെ അங்கே പാടുവോരും ആടുവോരും കൊടാകോടിയെ പട്ടണത്തിൽ വീതിയെല്ലാം സുത്തപ്പനാമേ പട്ടണത്തിൽ വീതിയെല്ലാം സുത്തപ്പനാമേ அங்கே பாடுவோரும் ஆடுவோரும் கொடாகோடியே 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 ആമേൻ 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 ആമേൻ. Hallelujah. Amen. Hallelujah. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നതിനർത്ഥം നിന്നെ ഒരു മണവാട്ടിയാ ചേർക്കാവുന്ന ഒരു വാക്കാണ്. பரிசுத்தாவியை தந்ததான தேவன் உன்னை மணவாட்டியாய் சேர்ப்பேன் என்கிற ஒரு வாக்குத்தத்தம் ആ വാക്ക് ലഭിച്ചവർ സന്തോഷിക്കട്ടെ. அந்த வாக்குத்தத்தத்தை பெற்றவர்கள் மகிழ்ந்து களி கூறுங்கள். ആ ഉറപ്പ് ഉള്ളവർ സന്തോഷിക്കട്ടെ. உறுதி உள்ளவர்கள் சந்தோஷப்படட்டும். പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷ ദൈവത്തെ ആരാധിക്കാം. பரிசுத்தாவியிலே நிறைந்து அந்நிய பாஷையிலே தேவனை ஆராதிப்போம். അഭിഷേകം പ്രാപിക്കാത്തവരെ ഇപ്പോൾ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. அபிஷேகம் பெறாதவர்களை தேவனுடைய பரிசுத்தாவியானவர் இப்பொழுதே நிறைப்பார். ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ അവൻ നിന്നെ ആത്മാവിനാൽ നിറയ്ക്കുന്നു. നീ പ്രാപിച്ചുകൊള്ളുക. அவர் அபிஷேகம் பெறாதவர்களை தன்னுடைய ஆவியினாலே நிறைப்பார். அந்த அபிஷேகத்தை பெற்றுக்கொள். ആമേൻ 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 ആമേൻ. ഒരു ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. நாம் எல்லாரும் சேர்ந்து தேவனை மகிமைப்படுத்துவோம். കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. நான் கரங்களை தட்டி தேவனை மகிமைப்படுத்துவோம். പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. பாடலை பாடி தேவனை மகிமைப்படுத்துவோம். ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. நாம் ஜீவத்திலே பாடலை பாடி தேவனை மகிமைப்படுத்துவோம். സ്വർഗ സന്തോഷത്താൽ നിറയപ്പെടാം. பரலோக சந்தோஷத்தினால் நிறைவு. സ്നേഹത്താൽ നിറയപ്പെടാം. தேவனுடைய அன்பினால் நிறைவுபடுவோம். നമ്മുടെ യേശു ഉലാവിക്കൊണ്ടിരിക്കുന്നു. நம்முடைய இயேசு நம் மத்தியிலே ആത്മാവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ஆவியில் ஆராதிக்கும் பொழுது മുമ്പേ കേട്ടതുപോലെ முன்பே கட்டதுപോലെ രോഗങ്ങൾ സൗഖ്യമാകും. ஆதி சுகமாகும். ബലഹീനതകൾ നീങ്ങിപ്പോകും. வேதனைகள் நீங்கி போகும். ദുഃഖങ്ങൾ മാറിപ്പോകും. துக்கம் மாறும். നിരാശകൾ നീങ്ങിപ്പോകും. அந்த இலசம் நீங்கி போகும். എല്ലാ ബന്ധനങ്ങളും അടിയും. எல்லா கட்டுகளும் மாறும். സാത്താൻ വിട്ട് ഓടിപ്പോകും. சாத்தான் ஓடுவான். എല്ലാ മന്ത്രവാദ കെട്ടുകളും അതിൽ നിന്ന് വിടുവിക്കപ്പെടും. எந்த மந்திரவாத கட்டுகளில் இருந்தும் விடுவிக்கப்படும். ആത്മഹത്യയുടെ ചിന്ത നിന്നെ വിട്ടുപോകും. அவர்களை ലോകസ്നേഹം നിന്നെ വിട്ടുപോകും. விட்டு போகும். യേശു മതി എന്നാകും. இயேசு போதும். യേശു മതി. எனக்கு என்னுடைய இயேசு போதும். പണമില്ലെങ്കിൽ യേശു മതി. பணம் இல்லாவிட்டாலும் இயேசு. ഇല്ലെങ്കിൽ യേശു മതി. வேலை இல்லாவிட்டாலும் இயேசு. കുടുംബമില്ലെങ്കിൽ യേശു മതി. குடும்பம் இல்லாவிட்டாலும் இயேசு. ലോകം എന്നെ സ്നേഹിച്ചെങ്കിൽ യേശു എന്നെ സ്നേഹിക്കുന്നു. உலகம் சிநேகிக்காவிட்டாலும் இயேசு நேசிக்கிறார். ലോകം എന്നെ മാനിക്കുന്നെങ്കിലും യേശു എന്നെ മാനിക്കുന്നു. உலகம் கனப்படுத்தாவிட்டாலும் இயேசு கனப்படுத்தார். യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു. இயேசு என்னை ரட்சித்திருக்கிறார். യേശു എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. இயேசு என்னை அபிஷேகித்திருக்கிறார். യേശുവിനെ ചേർക്കാൻ വേഗം വരാൻ പോകുന്നു. இயேசு என்னை சேர்க்க சீக்கிரம் ധരിക്കാൻ പോകുന്നു. காலம் துடிக்க போகிறேன். പറന്നു പോകാൻ പോകുന്നു. பறந்து போக போகிறேன். സന്തോഷിക്കാം സന്തോഷിക്കാം. ഹല്ലേലൂയ. മഹിഴ്ந்து കളി കൂറുவோம். യേശുവിൽ ആനന്ദിക്കാം. நாம் மகிழ்ந்து களி கூறுவோம். പട്ടണത്തിൻ വീതിയെല്ലാം ശുദ്ധ പൊന്നാണ്. ശുദ്ധ പൊന്നാമേ അங்கே പാടുവോരും ആടുവോരും கொடாகோடியே அங்கே பாடுவோரும் ஆடுவோரும் கொடாகோடியே பட்டணத்தில் வீதியெல்லாம் சுத்தம் பண்ணாமே பட்டணத்தில் வீதியெல்லாம் சுத்தம் பண்ணாமே அங்கே பாடுவோரும் ஆடுவோரும் கொடாகோடியே அங்கே பாடுவோரும் ஆடுவோரும் கொடாகோடியே பட்டணத்தில் வீதியெல்லாம் சுத்தம் பண்ணாமே பட்டணத்தில் வீதியெல்லாம் சுத்தம் பண்ணாமே அங்கே பாடுவோரும் ஆடுவோரும் அங்கே பாடுவோரும் ஆடுவோரும் Hallelujah. Amen. 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 Tibikana lavaga tirikina shilai. Tibikina lavaga lavaga dilai. Amen.
ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഓ, നമ്മൾ ഈ ചെറിയ ആരാധന ഹാളിൽ നിന്ന് ഒരു വലിയ പട്ടണത്തിലേക്ക് പോകാൻ പോകുകയാണ്. நாம் இந்த சிறிய ஆராதனை ஹாலில் இருந்து பெரிய பட்டணத்திற்கு போக போகிறோம். അവിടെ 1000 പേര് മാത്രമല്ല, ലക്ഷക്കണക്കിന് മാത്രമല്ല, കോടി കോടി വിശുദ്ധന്മാർ സംഘത്തോട് ചേരാൻ പോകുകയാണ്. 1000 മാത്രമല്ല, ലക്ഷങ്ങൾ മാത്രമല്ല, കോടിക്കണക്കാன പരിശുദ്ധവാன்களோடு சேர போகிறோம். എല്ലാ ഭാഗത്തുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് നാം കർത്താവിനെ ആരാധിപ്പാൻ പോകുകയാണ്. എല്ലാ പരിശുദ്ധവാன்களோടും കൂടെ ചേർന്ന് தேவனை ആരാധിப்போம். എല്ലാ ഭാഷക്കാരും ഉണ്ടായിരിക്കും, എല്ലാ ഭാഷക്കാരും இருப்பார்கள். തമിഴ് ആളുകൾ ഉണ്ടായിരിക്കും, മലയാള ആളുകൾ ഉണ്ടായിരിക്കും, തമിഴர்கள் മലയാളികൾ இருப்பார்கள், തെലുങ്ക് ഭാഷക്കാരുണ്ടായിരിക്കും, ബംഗാളികൾ ഉണ്ടായിരിക്കും, തെലുങ്കർ ബംഗാളികൾ இருப்பார்கள். ഓ, എല്ലാ ഭാഷക്കാരും ലോകത്തിലെ എല്ലാ രാജ്യക്കാരും ഉള്ള വിശുദ്ധന്മാരും ഒന്നിച്ചു കൂടുന്ന മഹാസമ്മേളനം. എല്ലാ ഭാഷക്കാരர்களும் എല്ലാ രാജ്യക്കാരர்களும் ഒന്നാக കൂടുகிறதான ഒരു മഹാപെരിയ കൂട്ടം. നമുക്ക് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കോടാകോടി വർഷങ്ങൾ നാം സന്തോഷിക്കാൻ പോകുന്നു. നാം കർത്തരെ പാടി മഹിമപ്പെടുത്തി കോടാകോടി வருடம் வாழ போகிறோம். അത് ചിന്തിച്ച് നമുക്ക് സന്തോഷിക്കാം, அதை சிந்தித்து சந்தோஷிப்போம், ധ്യാനിച്ച് നമുക്ക് ആനന്ദിക്കാം, ധ്യാനിച്ച് ആനന്ദിப்போம். പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാം, പരിശുദ്ധാത്മാവിന്റെ വല്ലമയാൽ സന്തോഷത്താൽ നിറയപ്പെടാം, പരിശുദ്ധാത്മാവിന്റെ വല്ലമയാൽ പറന്നു പോകുന്ന അനുഭവത്തിനായി നമുക്ക് ഒരുങ്ങാം, പറന്നു പോകുന്ന അനുഭവത്തിற்காக ആയത്തപ്പെടുவோம். വിശുദ്ധന്മാരോട് കൂടെ ഒന്നേക്ക് വസിപ്പാൻ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധവാன்களோடு கூட என்றென்றும் வசிக்க ஆயத்தப்படுவோம். ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കാളനാദം ഉള്ളിടും നേരം യേശുവേ യേശുവിനെ കാണാറായി, യേശുവേ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം കാണാറായി, நமக்காக இயேசுவை காண்போம். നമുക്ക് വേണ്ടി മുൾമുടി ധരിച്ച യേശുവിനെ കാണാറായി, நமக்காக മുൾമുടി சூடின இயேசுவோடு ചേർന്ന് ആരാധിപ്പാൻ സമയമായി. பரலோகத்திலே போய் ஆராதிக்க நேரமாகிவிட்டது. കാളനാദം തൊഴുതിടും നേരം യേശുവേ തോന്നിടുവാൻ, കാളനാദം ധ്വനിത്തിടും നേരം യേശുവേ തോന്നിടുവാൻ, ഉടനെ മികത്തിലേറിയ പരിശുദ്ധരെല്ലാം മറഞ്ഞിടുവാൻ. ഹല്ലേലൂയ. മികത്തിലേറിയ പരിശുദ്ധരെല്ലാം മറഞ്ഞിടുവാൻ, കാളനാദം ധ്വനിത്തിടും നേരം യേശുവേ തോന്നിടുവാൻ. കാളനാദം ധ്വനിത്തിടും നേരം യേശുവേ തോന്നിടുവാൻ, മികത്തിലേറിയ പരിശുദ്ധരെല്ലാം മറഞ്ഞിടുവാൻ. മികത്തിലേറി പരിശുദ്ധരെല്ലാം പരിശുദ്ധരെല്ലാം മറഞ്ഞിടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏഴകളായി നമുക്ക്, ഏതുമില്ലാത്ത നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുന്ന ഈ മകൾ ഭാഗ്യ പദവിക്കായി വിലയേറിയവരായി മാന്യരായി മാറ്റപ്പെട്ടിരിക്കുകയാൽ സന്തോഷമുള്ള എല്ലാവരും കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഓ, അവിടുത്തെ പുണ്യാഗ്രക്തം നമുക്ക് നമ്മുടെ വിലയായി കൊടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യാം. അപ്പോസ്തലൻ ഉപദേശ സത്യങ്ങളെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലൻ കൂട്ടായ്മ തന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം.
നമ്മളെ സദാകാലം വിവാഹത്തിനായി ദൈവം നിശ്ചയിച്ചിരിക്കുകയാൾ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മണമണവാളന യേശു എത്ര വേഗം ആശയങ്ങൾ വെളിപ്പെടാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ വരുമ്പോൾ നനിക്കുമ്പോൾ പറന്നു ഉയർന്ന പുതിയ സുരക്ഷനുമായി നിത്യദിനത്തേക്ക് താമസിപ്പാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് തിരുവചനം കേട്ട എല്ലാവരും അവിടുത്തെ വരവെങ്കിൽ കാണപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനായ യേശു ക്രിസ്തുവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ജയമണ്ണു. കർത്താവേ, അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഞങ്ങളുടെ അന്വേഷന്റെ സമാപന രാത്രി യോഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളിവിടെ വന്ന സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ ആത്മാവ് വൻശക്തിയോടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ആത്മീയഗീതങ്ങൾ പാടി അങ്ങയെ മഹത്വപ്പെടുത്തി ആത്മാവിൽ നിറഞ്ഞ നല്ല വാചനങ്ങളെ കേൾക്കുവാൻ, ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, ഇപ്പോഴുള്ള ദുഷ്ടലോകത്തിൽ വിടുവിക്കപ്പെടുവാൻ ആവശ്യമായ ഉപദേശ സത്യങ്ങളെ ഞങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, നല്ല സാക്ഷ്യത്തെ എഴുന്നേൽപ്പിച്ചല്ലോ. ഈ രാത്രികാലം ഈ ദേശത്തിനും ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ദൈവിക ദൂത് തന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസനിലൂടെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ കർത്താവ് വിലയേറിയും മാന്യരുമായി എണ്ണി ഞങ്ങൾക്ക് പകരം ജാതികളെ കൊടുത്ത് ഞങ്ങളുടെ യേശു കർത്താവ് സ്വർഗ മഹിമ വിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്നെത്താൻ ക്രൂശിൽ യാഗമായി അർപ്പിച്ച് സകലത്തെ ഉപേക്ഷിച്ച് അതിന്റെ രക്തം മറുവിലയായി കൊടുത്ത് കർത്താവേ, കഷ്ടങ്ങൾ പീഡനകൾ സഹിച്ച് നിന്ന അപമാനം, ഘോരമായ അപമാനത്തെ സഹിച്ച് പിതാവ് മുഖത്തെ മറച്ചു കളയത്തക്ക നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്ന് ഞങ്ങളെ വിലക്ക് വാങ്ങി ഞങ്ങളെ വിലയേറിയ മുത്തുക്കളായി കണ്ട് കർത്താവേ, അങ്ങ് സകലത്തെ ഉപേക്ഷിച്ച് ഞങ്ങളെ കണ്ടല്ലോ. കർത്താവേ, ഞങ്ങളെ മുത്തുകളായി കണ്ടെങ്കിലും തുടർന്ന് ഞങ്ങൾ ആ സ്വർഗീയ യെരുശലേമിലേക്ക് ആ നിത്യ വിവാഹത്തിനായിട്ട് കർത്താവേ, ആ പുതിയ യെരുശലേമിന്റെ കല്ലുകളായി ആ സ്വർഗീയ നഗരത്തിന്റെ ഭാഗമായി തീരേണ്ടതിനായിട്ട് കർത്താവെ, ഞങ്ങളെ വിവിധമായ പരീക്ഷയിൽ കഷ്ടത്തിലൂടെ കടത്തി വിട്ട് കർത്താവേ, ഞങ്ങൾ ആ വിലയേറിയ മുത്ത് കർത്താവ് വീണ്ടും വീണ്ടും അനേക ഘട്ടങ്ങളിലൂടെ വിലയേറിയവരായി തീരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടത, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ അതേക്കുറിച്ചൊക്കെ ഞങ്ങളോട് അറിയിച്ചു. അതൊക്കെ ഉപേക്ഷയായി വിചാരിക്കാതെ, നിരാശപ്പെട്ടു പോകാതെ, അതേ ഞങ്ങൾക്ക് നിത്യതയിൽ അത് വിലയേറിയ മുത്തുക്കളായി മാറ്റപ്പെടുമെന്നുള്ള ആ തിരുസന്ദേശത്തെ ഞങ്ങൾക്ക് നൽകിയല്ലോ. വചനം കേട്ടവരും ഞങ്ങളുടെ യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ അവിടത്തോട് ചേരുവാൻ, ആ നിത്യ വിവാഹത്തിൽ മണവാട്ടിയായി കാണപ്പെടുവാൻ, ഇപ്പോൾ കാന്തയായിരുന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ഈ അപ്പോസ്തലിക ഉപദേശത്തിന് കീഴിൽ വിശുദ്ധന്മാരോടുള്ള ഐക്യതയിൽ, കൂട്ടായ്മയിൽ ആ ദൈവിക പൂർണ്ണത പ്രാപിക്കാൻ അങ്ങനെ സാധിക്കൂ എന്ന് ഞങ്ങളോട് അറിയിച്ചതിനായി സ്തുതിക്കുന്നു. കൂട്ടായ്മ നിലനിൽക്കാനും കർത്താവെ വിശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനും പൂർണ്ണ ഉപദേശ രൂപങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവെ അതിൽ വിധേയപ്പെട്ട് സമ്പൂർണമായി ദൈവത്തിന് കീഴടങ്ങി നടത്തിപ്പുകാരോട് ഐക്യപ്പെട്ട് ഒരു കൂട്ടർ ഒരാൺകുട്ടി എടുത്തു കൊള്ളപ്പെടാൻ പോകുന്നു. ഒരു വിലയേറിയ ഫലം, ഒരു മണവാട്ടി, ഒരു നിഷ്കളങ്കമായ പ്രാവ് കാന്ത എടുത്തു കൊള്ളപ്പെടാൻ പോകുന്നു. ആ ഗണത്തിൽ അടിയങ്ങൾ ഓരോരുത്തരും കാണപ്പെടണം. വചനം കേട്ട് എല്ലാവരും അതിൽ കാണപ്പെടണം. അങ്ങയുടെ ദാസന്മാരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ സന്ദേശങ്ങൾ ഞങ്ങളോട് അറിയിച്ചല്ലോ. കൂടുതൽ കൃപയും അഭിഷേകവും അവരുടെ ദീർഘായുസും കൊടുക്കണമേ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്തരാകിയ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷമാക ദേവസമൂഹത്തിൽ വന്ന ദൈവിക ആശീർവാദങ്ങൾ വിടുതലയെ പെറ്റ് എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇன்று മുതൽ കൊണ്ട് എന്തെന്റേക്കും ഇരുപ്പതാക.